ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ. നമ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും ഇവിടെ കൂടിയിരിക്കണേ ദാമോദര ലീല പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മാസം ദാമോദര മാസമാണെന്ന് കേട്ടിട്ടുണ്ടോ? പറഞ്ഞറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മാസമൊക്കെ പറയില്ലേ, ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുമല്ലോ അല്ലേ? മലയാളത്തിൽ എന്താ മാസങ്ങളുടെ പേര്? ചിങ്ങം കന്നി. അതുപോലെ നമ്മുടെ സാൻസ്ക്രിറ്റ് കലണ്ടറിൽ മാസങ്ങൾ വന്നിട്ട് വിഷ്ണുവിൻ്റെ പേരാണ് മാസങ്ങൾക്ക്. എന്തൊക്കെയാണ്? കേശവമാസം, നാരായണമാസം, മാധവമാസം, ഗോവിന്ദമാസം അല്ലേ? അങ്ങനെ 12 വിഷ്ണുവിൻ്റെ നാമങ്ങളാണ് സംസ്കൃത കലണ്ടർ പ്രകാരം നമ്മുടെ മാസങ്ങളുടെ പേര്. നമ്മൾ റോമൻ കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്.
ശരിക്കും നമ്മുടെ പണ്ടത്തെ കലണ്ടർ പറഞ്ഞ സംസ്കൃത കലണ്ടറാണ്. അതിലാണ് വിഷ്ണുവിൻ്റെ പേരിൽ. അതിൽ വന്നിട്ട് ഈ ഒക്ടോബർ മാസം വന്നിട്ട് എന്താണ് അതിൻ്റെ പേര്? ദാമോദര മാസം. ഈ ദാമോദരൻ, ദാമം പറഞ്ഞാൽ എന്താ അർത്ഥം? കയർ. ഉദരം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയാം അല്ലേ, വയറ്. ഈ ഉദരത്തിൽ കയറ് കെട്ടിയിട്ടുള്ള ഭഗവാന്റെ രൂപം, അതാണ് ഈ ദാമോദര മാസം അല്ലേ. ഇത് എന്താ വെച്ചാൽ ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ, വളരെയധികം പുണ്യമാസമാണ്, പവിത്രമായിട്ടുള്ളൊരു മാസമാണ് ഈ ദാമോദര മാസം. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്. ആർക്കെങ്കിലും അറിയോ ഇതിന് വേറൊരു പേരുണ്ട്? ദാമോദര മാസത്തിന് വേറൊരു പേരുണ്ട്, ഭദ്രപ്രിയ. എന്താണ് ദാമോദര മാസത്തിൻ്റെ വേറൊരു പേര്? വെരി ഗുഡ്, അവൾക്കറിയാലേ. കാർത്തിക മാസം. ഞാൻ വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയതാ. കാർത്തിക ദേവി എന്ന് പറഞ്ഞാൽ രാധാറാണിയാണ്. രാധാറാണിയുടെ അനുഗ്രഹമുള്ള മാസം കൂടിയാണ്. കൃഷ്ണ ഭഗവാൻ വളരെ പ്രസന്നനായിരിക്കുന്ന മാസമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ദിവ്യമായ ലീലകളൊക്കെ ഈ മാസമാണ് നടന്നിരിക്കുന്നത്. അതിലിപ്പോൾ ഗോവർദ്ധന ലീല കേട്ടില്ലേ? ഗോവർദ്ധനം ഭഗവാൻ പൊക്കി 7 ദിവസം നിർത്തിയത്, അത് രാസലീല, ഗോപികുമാരൊക്കെ ഡാൻസ് ചെയ്യണ ലീല. പിന്നെ അതുപോലെ ഈ സ്പെഷ്യലായിട്ടുള്ള ലീലയാണ് ദാമോദര ലീല. അപ്പോൾ ഈ ലീല നടന്നത് ഈ മാസം. അപ്പോൾ ഈ ലീലയെക്കുറിച്ച് നമ്മൾ പറയാൻ പോകണം. കൃഷ്ണ ഭഗവാന്റെ അച്ഛനമ്മയുടെ പേരെന്താ? ദേവകി വസുദേവർ അല്ലേ. അവർ മധുരയിൽ കംസന്റെ ജയിലിൽ, അവിടെയാണ് ഭഗവാൻ ജനിച്ചത്. പിന്നെ ഭഗവാനെ വളർത്തിയത് യശോദ നന്ദഗോപുരം. അവിടെയാണ് നമ്മുടെ ഈ ലീലയൊക്കെ നടക്കുന്നത് അല്ലേ. അവിടെ ജനിച്ചിട്ടേ ഉള്ളൂ, ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു. അന്ന് രാത്രി തന്നെ പോയില്ലേ? എവിടേക്ക് പോയി? യശോദയുടെ അടുത്തിലെ. ഏറ്റവും ഭാഗ്യവതി ആരാണ് അപ്പോൾ? യശോദ അല്ലേ. അതായത് ഭഗവാന്റെ ആ ബാല്യലീലകളൊക്കെ ആസ്വദിച്ചത് യശോദാദേവിയാണ്. നമുക്ക് മറ്റേ ദേവയ്ക്കും വസുദേവർക്കും പിന്നെ വലുതായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലേ. ബാല്യലീലയൊക്കെ നഷ്ടപ്പെട്ടു. എന്താ കാരണം അറിയോ? ഊഹിച്ചു പറയാൻ പറ്റും എന്താ കാരണം എന്ന്? എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഭഗവാൻ ഉണ്ണിയായിട്ട് വരാനായിട്ട് ഇവർ മുൻജന്മം തപസ് ചെയ്തിട്ടുണ്ട്, 2 കൂട്ടരും. അല്ലാതെ കൃഷ്ണനെ നമുക്ക് കിട്ടില്ല അല്ലേ. ഒരുപാട് ജന്മത്തെ തപസ്സില്ലാണ്ട് ഭഗവാന് കിട്ടില്ല. അപ്പോൾ ദേവകി വസുദേവർ വന്നിട്ട് മുൻ ജന്മത്തിൽ 1000 വർഷങ്ങൾ തപസ് ചെയ്തു. തപസ് ചെയ്തിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഭഗവാൻ ചോദിക്കും എന്ത് വരാണ് വേണ്ടത് ചോദിക്കും. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ മകനായിട്ട് വരണം എന്ന് പറയും. തഥാസ്തു എന്ന് പറഞ്ഞ ഭഗവാൻ. ഓക്കെ. ഇതേപോലെ യശോദി നന്ദഗോപുരം തപസ് ചെയ്തു. അവരുടെ മുന്നിലും ഭഗവാൻ പ്രത്യക്ഷനായി. ഭഗവാൻ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. അപ്പം എന്ത് പറയും? അങ്ങയുടെ ബാല്യലീലകൾ ഞങ്ങൾക്ക് ആസ്വദിക്കണം എന്ന് പറയും. അവിടെയും തഥാസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചൊക്കെ കൊടുത്തു അല്ലേ. മറ്റൊരിത് മിസ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല അല്ലേ. അവർ ജസ്റ്റ് ഭഗവാൻ ഉണ്ണിയെ ജനിക്കും പിന്നെ എല്ലാം കിട്ടുന്നതാവും വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഇപ്പുറത്താൾ വേറെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ അത് കാരണം രാത്രി അവിടെ നിന്ന് കടന്ന് ഗോകുലത്തിലേക്ക് വന്നു അല്ലേ. വൃന്ദാവനം എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയാണ് വൃന്ദാവനം എന്നറിയോ? ഭൂമിയിൽ ഉത്തർപ്രദേശിൽ അല്ലേ. ഗോലോക വൃന്ദാവനം ഉണ്ട് മുകളിൽ, വൈകുണ്ഠ ലോകങ്ങളുടെ മുകളിലായിട്ട് ഗോലോക വൃന്ദാവനം ഉണ്ട്. ഭൂമിയിൽ അതേ വൃന്ദാവനത്തിൻ്റെ ഒരു ചെറിയ മോഡൽ ഇവിടെ ഉണ്ട്. ഭഗവാൻ ഇവിടെ വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഭൂമി പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ വേൾഡിൽ നിന്ന് വന്നതാണ് ഈ ഉത്തർപ്രദേശിലെ വൃന്ദാവനം. രാധാറാണിക്കും ഗോപികമാർക്കും വേണ്ടി ഭഗവാനെ ലീല ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഒരു പാട്ട് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഉത്തർപ്രദേശിലെ വൃന്ദാവനം. അതായത് മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് 1 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വൃന്ദാവനത്ത്. വൃന്ദാവനത്തിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അവിടെയാണ് ഈ കഥ നടക്കുന്നത് അല്ലേ. ഗോകുലം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഗോകുലം ഡാൻസുകാരായതുകൊണ്ട് കുറേ ആ പാട്ടുകളൊക്കെ കളിച്ചിട്ടുണ്ടാവും അല്ലേ ഗോകുലമൊക്കെ. അപ്പോൾ ഗോകുലത്തിൽ യശോദയും നന്ദഗോപുരം അവരുടെ പ്രധാന തൊഴിലെന്താ? പശു അല്ലേ. പശുവിനെ മേയ്ക്കുക. പശുവിനെ മേയ്ച്ച് അതിൽ പാല് കറന്ന് അതിൽ തൈരുണ്ടാക്കി തൈരൊക്കെ വിറ്റിട്ട്, തൈരും മോരും വെണ്ണയും മധുര പിന്നെ പാല് കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ വിറ്റിട്ടാണ് അവർ ജീവിച്ചത്. അവരുടെ നിത്യവൃത്തി എന്ന് പറഞ്ഞാൽ നല്ല പൈസക്കാരുമായിരുന്നു കേട്ടോ. അവർ വൈശ്യ ഫാമിലി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അവർക്ക് കൃഷി ഗോരക്ഷ ഇതാണ് അവരുടെ ജോലി. കൃഷ്ണൻ വന്നിട്ട് വൈശ്യ ഫാമിലിയിലാണ് വളരണത്. അപ്പോൾ ഇവരുടെ മെയിൻ തൊഴിലെന്താ? കൃഷി ഗോരക്ഷ അല്ലേ. പശുക്കളെ മേയ്ക്കുക, ഗോതമ്പ് ഉണക്കുക, നെല്ലുണക്കുക, ഈ വക പരിപാടിയാണ്. അപ്പോൾ യശോദ നന്ദഗോപുരം പറഞ്ഞാൽ അവിടുത്തെ രാജാവും റാണിയാണ് ആ ഏരിയയിലത്തെ അല്ലേ. അവർക്ക് വന്നിട്ട് 9 ലക്ഷം പശുക്കളുണ്ടായിരുന്നു. അന്ന് ധനത്തിൻ്റെ അളവ് കണക്കാക്കിയിരുന്നത് എങ്ങനെയാ? പശുവിൻ്റെ എണ്ണം നോക്കിയിട്ട്. ഇന്ന് നമുക്ക് ഭൂമി അല്ലെങ്കിൽ സ്വർണം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ധനത്തിൻ്റെ അളവ് കണക്കാക്കുക. അന്ന് വന്നിട്ട് എത്ര പശു ഉണ്ട് അതിനനുസരിച്ചാണ് പണക്കാരാവുക. അപ്പോൾ നമ്മുടെ യശോദ നന്ദഗോപുരക്ക് എത്ര പശുണ്ട്? 9 ലക്ഷം പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ഉണ്ണി അവിടെ വന്ന് ജനിച്ചു അല്ല. അവിടെ വന്ന് ജനിച്ചത് ഇവിടെയാണ്. അങ്ങോട്ട് പോയി അവിടെ പതുക്കെ വളർന്ന് 3 വയസ്സായി കേട്ടോ. 3 വയസ്സായപ്പോഴാണ് ഈ ലീല നടക്കുന്നത്. ആ ഭഗവാനെ ഉരലിൽ കെട്ടിടുന്ന ലീലയില്ലേ അത് നടക്കും. 3 വയസ്സായപ്പോൾ ഭഗവാൻ പതുക്കെ ബലരാമൻ ചേട്ടനോടൊപ്പം ഇങ്ങനെ നടന്ന് എന്താ ചെയ്യുക? അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? വെണ്ണ കക്കും അല്ലേ. കേട്ടിട്ടില്ലേ വെണ്ണ കക്കണം? അതൊക്കെ നിങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, വെണ്ണ കക്കണതൊക്കെ. അപ്പോൾ ഇവർ രണ്ടുപേർക്ക് ഇതാണ് മെയിൻ പരിപാടി. ഓരോ വീട്ടിൽ ചെല്ലുക,
വെണ്ണ കക്ക അല്ലേ? ഗോപികമാർ എന്തുകൊണ്ടാണ് ഗോപികമാർ വീട്ടിൽ പോയിട്ട് വെണ്ണ കക്കണമെന്ന് അറിയോ? ഈ ഗോപികമാർ രാമൻ്റെയൊക്കെ യുഗത്തിലെ മഹാഋഷിമാരായിരുന്നു. ഈ രാമനെ കണ്ടിട്ട് ഋഷിമാർ മോഹിച്ചിരുന്നു. ചിലവർ ഭഗവാനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചു, ചിലവർ ഭഗവാന്റെ മോനായി കിട്ടാനായിട്ട് ആഗ്രഹിച്ചു. കുറേ ഗോപികന്മാർ ദണ്ഡകാരണ്യം എന്നുള്ള വനമില്ലേ, ആ വനത്തിൽ ദണ്ഡകാരണ്യം എന്ന് കേട്ടില്ലേ? സീതാരാമനൊക്കെ പോയിട്ടുള്ള ആ വനാണ്. ആ വനത്തിൽ ഈ ശ്രീരാമൻ കാട്ടിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഇഷ്ടം കൊണ്ട് അവർ മോഹിച്ചു, പലതായിട്ട് മോഹിച്ചു. എൻ്റെ ഉണ്ണിയായിട്ട് ഇവൻ വരണേ, രാമനായിട്ട് വരണേ. അങ്ങനെ കുറേ ഗോപിമാർ ഉണ്ണിയായി വരണേന്ന് ആഗ്രഹിച്ച അമ്മമാരാണ് ഇവിടെ ഗോപിമാരായിട്ട് ഈ അയൽവീട്ടുകാർ മുഴുവൻ. അയൽവക്കക്കാരുണ്ടല്ലോ യശോദയുടെ. അപ്പോൾ ആ ആഗ്രഹം, അതുകൊണ്ടാണ് ഭഗവാൻ ഈ വെണ്ണ പോയി കക്കണത്. മനസ്സിലായോ? ഭഗവാൻ വീട്ടിൽ വെണ്ണയില്ലാണ്ടാണോ അല്ലേ? ഭഗവാന്റെ വീട്ടിൽ വെണ്ണയില്ലാണ്ടല്ല, ഭഗവാന്റെയാണ് എല്ലാതും അല്ലേ? പക്ഷെ ഭഗവാൻ ഈ ഗോപികമാരുടെ ആഗ്രഹം ഭഗവാൻ അറിയാം. ഈ ഭയങ്കര വിഷമമാണ് അവർക്ക്. ഈ യശോദയ്ക്ക് ഉണ്ണി പറക്കണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ഉണ്ണി ആയാൽ മതിയായിരുന്നു. ഓരോ ഗോപികമാരും വിചാരിക്കുന്നത് എന്താ? ഈ ഉണ്ണി എൻ്റെ ആയാൽ മതിയായിരുന്നു. ഈ യശോദയുടെ ഒരു ഭാഗ്യം നോക്കണം, ഇത്തിരി കുശുമ്പും ഉണ്ട് അവർക്ക് അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഈ കുശുമ്പൊക്കെ കൃഷ്ണൻ അറിയാം. അപ്പോൾ കൃഷ്ണൻ ഇവർ ഓരോരോ വീട്ടിലും പോയിട്ട് വെണ്ണ കെട്ടെടുക്കും, ആ വാത്സല്യ ഭാവം അവർക്ക് കൊടുക്കും. പക്ഷെ അവരെന്ത് ചെയ്യാറിയോ? ഈ രസം എങ്ങനെ രസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിത്യം പരാതി പറയും. യശോദയുടെ അടുത്ത് പറയും, വന്നിട്ട് ഓരോ ഗോപിമാർ ഓരോ ദിവസം വന്ന് പറയും, യശോദയെ നിന്റെ മകൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വെണ്ണ കെട്ട് പാത്രങ്ങളൊക്കെ പൊട്ടിച്ച് ആകെ വൃത്തികേടാക്കി വന്ന് ഡെയിലി പരാതിയാണ്. യശോദ രാവിലെ എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂ ആണ് ഗോപിമാർ പരാതി പറയാൻ, ഉണ്ണിക്കണ്ണ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വെണ്ണ കഴിക്കാൻ വേണ്ടി ഗോപിയന്മാർ വെണ്ണ എടുത്ത് വയ്ക്കും. എന്നിട്ട് ഇവർ ഒളിച്ച് നിൽക്കും. എന്നിട്ട് ഇവർ കഴിച്ചു എന്നൊക്കെ പിടിച്ച് വഴക്കുണ്ടാക്കും ഗോപിയന്മാർ. അത് ഒരു പ്രത്യേക രസമാണ്. അതിന് അതിൻ്റെ ഭാവം ഒക്കെ കാണാൻ, കരച്ചിലും വഴക്കുണ്ടാക്കലും കുസൃതിയും കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പരാതിയും പറയും പോയിട്ട്. അപ്പോൾ ഇവൻ്റെ ഭാവങ്ങൾ കാണാനാണ് ഇവരൊക്കെ ചെയ്യണത്. ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ ഒരു കാര്യം ചെയ്തു, ഇവരെ ഒരു പണം പറ്റിക്കണമെന്ന് ഭഗവാനും വിചാരിക്കുന്നുണ്ട്. ഗോപിയന്മാരെ വിചാരിക്കേണ്ടത് ഭഗവാനെ പിടിച്ച് യശോദയ്ക്ക് കൊടുക്കണം, പക്ഷെ പിടിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഒരു ഗോപിയെ വിചാരിച്ചു, ഇന്ന് ഉണ്ണിക്കണ്ണൻ എന്തായാലും പിടിച്ച് യശോദയുടെ അടുത്ത് കൊടുക്കണം. ഇവനാണെങ്കിൽ സമ്മതിക്കുകയില്ല. വെണ്ണ കട്ടുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? ഞാൻ കട്ടിട്ടേ ഇല്ല. ഇവർ നോണ പറയണമ്മേ, എന്നോട് എന്തൊരു ദേഷ്യം അറിയവർക്ക്. അസൂയാണ് എൻ്റെ ഭംഗി കണ്ടിട്ട്. എന്നാൽ എന്നെ ഇങ്ങനെ നോണ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് ഈ ഗോപിമാരെന്ന് പറയും. അമ്മയാണ് അതുപോലെ തന്നെ, മകൻ പറഞ്ഞ് അതുപോലെ വിശ്വസിക്കും. അല്ലെങ്കിൽ എൻ്റെ ഉണ്ണിക്ക് നിങ്ങളുടെ വെണ്ണയുടെ ആവശ്യമുണ്ടോ? എൻ്റെ വീട്ടിൽ എത്ര പശുവാ? 9 ലക്ഷം പശു. നിങ്ങളുടെ വീട്ടിൽ എത്ര പശു ഉണ്ട്? 5 പശു. ആരുടെ വീട്ടിലെ വെണ്ണ കൂടുതലുണ്ടാവുക? എന്തുകൊണ്ട് യശോദ ദേവിയും തർക്കിക്കും. അപ്പോൾ ഒരു ഗോപി ഒരു ദിവസം ഭഗവാനെ കയ്യോടെ പിടികൂടിയിട്ട് പിടിച്ചിങ്ങനെ കൊണ്ടുവരണം, ഇന്ന് ശരിയാക്കി തരാൻ നിന്നെ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് യശോദയുടെ അടുത്ത് എത്തി. യശോദയുടെ അടുത്തിട്ട് പറഞ്ഞു, യശോദ വരൂ ദേ നിന്റെ മോനെ ഞാൻ കയ്യോടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ യശോദ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ യശോദ ചിരിക്കാൻ തുടങ്ങി. യശോദ അങ്ങോട്ട് ചിരിക്കണുണ്ട്. അപ്പോൾ ഇവരെന്താ നിങ്ങൾ ചിരിക്കണേ? യശോദ ചോദിച്ചു, നീ നിന്റെ മകനെ കൊണ്ടുവന്നിരിക്കണേ, എൻ്റെ മകൻ എവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഗോപി നോക്കുമ്പോൾ അവിടെ ഈ ഗോപിയുടെ മോനാണ്, കൃഷ്ണനല്ല. ഇതെന്താ സംഭവിച്ചത്, എന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ആകെ നാണം കെട്ടു ഗോപിയെ തിരിച്ചു പോയി. എന്നാലും ഗോപിയെ വഴിയിൽ ആലോചിക്കുക, ഇത് എന്താ സംഭവിച്ചത്? ഞാൻ കൃഷ്ണനെയാണല്ലോ പിടിച്ചുകൊണ്ടുവന്ന്. ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോൾ അപ്പോൾ കൃഷ്ണനാണ്. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്, നീ എന്തെങ്ങനെ വന്നതെന്ന് പറഞ്ഞപ്പോൾ, നീ ഇനി എന്നെക്കുറിച്ച് വല്ല പരാതി എൻ്റെ അമ്മോട് പറഞ്ഞാൽ ഇനി നിൻ്റെ ഭർത്താവും, ഞാൻ നിൻ്റെ ഇപ്പോൾ മോനായിട്ടുള്ളൂ അല്ലേ, ഇനി എന്താണ് നിൻ്റെ ഭർത്താവായി മാറും, വെറുതെ എന്നോട് കളിക്കണ്ടെന്ന് പറയും ഈ ഗോപിയുടെ അടുത്ത്. അങ്ങനെ നിരന്തരം ഇങ്ങനെ കുസൃതിയും രസവും അല്ലേ ഉള്ള ലീലകളാണ് ഈ ഗോകുലത്തിൽ നടന്നത് അല്ലേ. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്ത് രസം അല്ലേ. എന്തായിരിക്കും ഭഗവാൻ. പിന്നെ അത് മാത്രമല്ല, ഒരു ദിവസം വെണ്ണയൊക്കെ കഴിച്ചിട്ട് വെണ്ണ വയറ് നിറച്ച് കഴിച്ചു, കുരങ്ങന്മാർക്കും വയറ് നിറച്ച് കൊടുത്തു. അപ്പോൾ ഗോപികമാർ വന്ന് പിടികൂടി. അപ്പോൾ ഗോപികമാർ പറഞ്ഞു, വെണ്ണ കട്ടു, നീയല്ലേ വെണ്ണ കട്ടില്ല എന്നിട്ട് ഇപ്പോൾ വെണ്ണ കട്ട ഞാൻ കണ്ടല്ലോ, ആർക്ക് വേണം നിങ്ങളുടെ വെണ്ണ? ആ കുരങ്ങന്മാർക്ക് കൊടുത്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് കുരങ്ങന്മാർക്ക് കൊടുത്തപ്പോൾ കുരങ്ങന്മാർക്ക് മതിയായി, വയറ് നിറഞ്ഞിട്ടേ വേണ്ട പറഞ്ഞു. കണ്ട നിങ്ങളുടെ വെണ്ണ കുരങ്ങന്മാർക്ക് കൂടെ വേണ്ട, പുളിക്കേണ്ടത് രസമില്ല എന്ന് പറയും. വയറ് നിറഞ്ഞ് ഫുള്ളായതിനു ശേഷം വെണ്ണയ്ക്കില്ലാത്ത പരാതിയില്ല, വെണ്ണ വായിൽ വയ്ക്കാൻ കൊള്ളില്ല എന്ന് കൃഷ്ണനും കൂട്ടുകാരും അല്ലേ. ഇനി അഥവാ വെണ്ണ കിട്ടിയില്ലേ അവിടെ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് പോകും അവർ, മറ്റേ വെണ്ണക്കലമൊക്കെ തട്ടി പൊട്ടിച്ച് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ പോകും. അങ്ങനെ രസകരമായിട്ടുള്ള ലീലകളാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ യശോദദേവി വിചാരിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും ഉണ്ണിക്കണ്ണൻ ഇത്രയും വെണ്ണ അവിടെ ഉണ്ടായിട്ട് അവിടെ എവിടെയൊക്കെ പോയിട്ട് വെണ്ണ കഴിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ യശോദയ്ക്ക് തോന്നുകയാണ്, യശോദയുടെ വീട്ടിൽ ദാസിമാർ ധാരാളം ഉണ്ട്, ദാസിമാരാണ് കൂടുതൽ അവിടെ വെണ്ണ ഉണ്ടാക്കലൊക്കെ ചെയ്യണത് യശോദയുടെ വീട്ടിൽ. ഇത്രയും പശുവല്ലേ, 9 ലക്ഷം പശുക്കളല്ലേ, ചിലപ്പോൾ എൻ്റെ കൈ കൊണ്ട് വെണ്ണ ഉണ്ടാക്കാത്തതുകൊണ്ടായിരിക്കും ഉണ്ണിക്കണ്ണൻ അപ്പുറത്തൊക്കെ പോയി മോഷ്ടിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വെണ്ണ ഉണ്ടാക്കി ഭഗവാന് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ നേരത്തെ എണീറ്റ് വെണ്ണ ഉണ്ടാക്കി. 3 മണിക്ക് ഉണ്ട്, നേരത്തെ പറഞ്ഞാൽ 3 മണിക്ക്. നമ്മൾ ആരെങ്കിലും 3 മണി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ.
സാധന ചെയ്യണവരൊക്കെ കാണും. 3 മണിക്ക് എണീക്കുന്നവരാരൊക്കെയാ? 3 മണിക്ക് 3:30 എണീക്കോ? വെരി ഗുഡ്. 3 മണിക്ക് എണീക്കല്ലേ? ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. സാധാരണ 7 മണി 8 മണിയാണ് ഇപ്പം എല്ലാവരും. അതായത് പശുവുള്ള വീട്ടിലൊക്കെ, പണ്ടത്തെ വീടുകളിലൊക്കെ, പശുവുള്ള വീടുകളിലൊക്കെ നേരത്തെ എൻ്റെ പറ്റൂലേ, അല്ലെങ്കിൽ പശുവിനെ കറക്കണം, പശുവിനെ കുളിപ്പിക്കണമൊക്കെ വേണ്ടേ? ശരിക്കും നേരത്തെ എണീക്കുന്നത് നല്ലത് അല്ലേ? എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അപ്പോൾ യശോദാദേവി ഒരു 3 മണിക്ക് കഴിഞ്ഞിട്ട് കുളിച്ച് ഭംഗിയായി അലങ്കരിച്ച് അല്ലേ, അവിടുത്തെ അലങ്കാരമൊക്കെ അറിയില്ലേ, വലിയ കമ്മലൊക്കെ ഇട്ട് അല്ലേ, നിറച്ച് വളയൊക്കെ ഇട്ട് നല്ല ഭംഗിയല്ലേ അവരെ കാണാൻ അല്ലേ? അവർ നല്ലോണം അലങ്കരിക്കും. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ കാണാം അവരങ്ങനെയാണ് അലങ്കരിച്ച് നടക്കുക. അപ്പോൾ യശോദ അതുപോലെ പൂവൊക്കെ വെച്ചു തലയിൽ, നല്ല ഭംഗിയായിട്ട്. പൊതുവേ നല്ല സുന്ദരിയാണ് യശോദാദേവി. അപ്പോൾ ഇങ്ങനെയും കൂടെ അലങ്കരിച്ച യശോദാദേവി എന്ത് ചെയ്തു? ആദ്യം പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചു. ഒരു പ്രധാനപ്പെട്ട 10 പശുക്കളുടെ പാല്. ഇതാണ് ഭഗവാന് കൊടുക്കുക. അതിന്നുണ്ടാക്കിയ വെണ്ണയെ ഭഗവാന് കൊടുക്കുക. ആ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ആള് പതുക്കെ തൈര് കടയാനായിട്ട് വന്നിരുന്നു. അങ്ങനെ തൈര് കടയാൻ തുടങ്ങുക അല്ലേ? നിനക്കറിയാലോ അല്ലേ? നല്ല ഭംഗിയായിട്ട് കളിക്കാൻ അറിയാമല്ലോ തൈര് കടയണമൊക്കെ. അപ്പോൾ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യശോദാദേവിക്ക് ഓർമ്മ വന്നു. എന്തോ ഓർമ്മ വന്ന്? നമ്മുടെ മൈൻഡിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഓർമ്മ വരിക? വെറുതെ ഇരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കും, അല്ലെങ്കിൽ ഏറ്റവും വെറുക്കണത് അല്ലേ? ഇതാണ് ഈ രാഗം ദ്വേഷം എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഏറ്റവും ഇഷ്ടം അതും, എന്താണ് ഏറ്റവും വെറുപ്പ് അതും ഓർക്കും. അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? എല്ലാവർക്കും അല്ലേ? എല്ലാവരും ഒരുവിധം അമ്മമാരാണ്, മക്കളെയാണ് ഓർക്കുക. അത് എത്ര വേണ്ട വെച്ചാലും തന്നെ കയറി വരും അല്ലേ? അപ്പോൾ ഈ യശോദാമ്മ തൈര് കടയാലിരുന്നപ്പോഴാണ് മകനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മ വരുന്നത് അല്ലേ? മകൻ്റെ കളിയും ചിരിയും, പിന്നെ മകൻ്റെ കുസൃതികളും, അവൻ്റെ ഭംഗിയും. എങ്ങനെയാ കൃഷ്ണൻ്റെ ഭംഗി അല്ലേ? കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം. കോടിക്കണക്കിന് കാമദേവന്മാർ ഒന്നിച്ച് നിന്നാൽ എങ്ങനെയാണ് ഭംഗി? ഏറ്റവും ഭംഗിയുള്ള ആളാണ് കാമദേവൻ എന്ന് പറയുന്നത്. അങ്ങനെ കോടിക്കണക്കിന് കാമദേവന്മാർ ഒന്നിച്ചിരുന്നാൽ ഒരാൾക്ക് എത്ര ഭംഗിയുണ്ടോ അത്രയും ഭംഗിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ചെവി വരെ നീണ്ട കണ്ണുകളാണ്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വിടർന്ന താമരപ്പൂ പോലെ ഇങ്ങനെ ചെവി വരെ, അങ്ങനെയാണ് ഭഗവാന്റെ കണ്ണ്. മൂക്ക് അതുപോലെ നല്ല നീണ്ട ഉയർന്ന മൂക്ക്, ഉയർന്ന നെറ്റി. പിന്നെ ഭഗവാന്റെ ചുരുണ്ട നീലയും കറുപ്പും കൂടിയുള്ള കളറാണ് ചുരുണ്ട മുടി. പിന്നെ വനമൗത്തികം, ഇവിടെ ഒരു റിങ് ഇല്ലേ ഇങ്ങനെ, അതണിഞ്ഞിട്ടുണ്ട്. താരം റിങ് അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ മകരകുണ്ടലങ്ങൾ അല്ലേ? പിന്നെ ശംഖ് പോലത്തെ കഴുത്ത്, കേൾക്കുണ്ടോ? ശംഖ് പോലെയുള്ള കഴുത്താണ് ഭഗവാന്റെ. പിന്നെ ഭഗവാന്റെ കൈ എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴെയാണ്. ഭഗവാന്റെ ഉള്ളംകാലൊക്കെ നല്ല ചുവപ്പാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഭഗവാന്റെ 125 വയസ്സുള്ള സമയത്തും ഭഗവാനെ തൊട്ട് കഴിഞ്ഞാൽ 1 വയസ്സുള്ള ഉള്ളിനെ തൊടുമ്പോഴുള്ള സോഫ്റ്റ്നെസ്, അതായത് അതീന്ദ്രിയ ശരീരം ആയതുകൊണ്ട് അതിന് മാറ്റമില്ല. നമ്മൾ മാറി. നമ്മൾ 1 വയസ്സുള്ള പോലത്തെ അല്ല നമ്മുടെ ഇപ്പോഴത്തെ ബോഡി അല്ലേ? കാരണം നമ്മുടെ ഭൗതിക ശരീരമാണ് നമ്മുടെ മാറും. പക്ഷെ കൃഷ്ണ ഭഗവാന്റെ വന്നിട്ട് അതീന്ദ്രിയ ശരീരം ആയതുകൊണ്ട് എത്ര വയസ്സായാലും അതേപോലെ. ആദ്യം പുരാണ പുരുഷം നവയൗവനം. ഏറ്റവും ആദ്യം ഉണ്ടായത് ഭഗവാനല്ലേ? പക്ഷെ ഏറ്റവും യൗവനത്തിൽ 16 വയസ്സിൽ നിൽക്കുന്നത് സദാസമയം ഒരേ വയസ്സാണ് ഭഗവാൻ. വയസ്സ് കൂടില്ല. നമ്മുടെ അങ്ങനെ ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ ഭൗതിക ശരീരം എടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭംഗി. പിന്നെ ഭഗവാന്റെ ഫുൾ താമര പോലെയാണ് ഭഗവാന്റെ ശരീരം, അവയവങ്ങളൊക്കെ, പാദങ്ങളൊക്കെ താമര അല്ലെ, ലോട്ടസ് ഫീറ്റ് എന്നൊക്കെ അതിൽ നമ്മൾ പറയുന്നത് ഭഗവാന്റെ പാദത്തിന്. പിന്നെ ഭഗവാന്റെ ശരീരത്തിൻ്റെ കളറ് എങ്ങനെയാണ്? കാർമേഘം എങ്ങനെയാണ്? പുതുതായി വന്ന കാർമേഘത്തിൻ്റെ കളറ് ബ്ലൂയിഷ് ബ്ലാക്ക് എന്നങ്ങനെ പറയാം. നീലയും കറുപ്പും കൂടെ കലർന്നിട്ടുള്ളൊരു കളറാണ്. ഈ ഭംഗി ഇത് നമ്മൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം. അതുപോലൊരു സുന്ദര രൂപം മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. ഇതിങ്ങനെ യശോദ ആലോചിച്ച് യശോദയ്ക്ക് ഇങ്ങനെ വാത്സല്യ പ്രേമം അല്ലേ? യശോദ ദേവിക്ക് എന്താ അമ്മയല്ലേ? അപ്പോൾ അല്ലേ അമ്മയുടെ പ്രേമം വന്നപ്പോൾ അങ്ങനെ പാല് തന്നെ ചുരക്കാൻ തുടങ്ങി അല്ലേ? നമുക്ക് 3 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മമാർക്ക് പാല് തന്നെ ചുരക്കും അല്ലേ? നനഞ്ഞ് പോണ കണ്ടിട്ടില്ലേ? നമുക്ക് പലരും ഡോക്ടർക്കൊക്കെ അറിയില്ലേ ഇല്ല അല്ലേ? അമ്മമാർക്ക് ഇങ്ങനെ നനഞ്ഞ് പോവും. അങ്ങനെയാണ് അത്. ഇവർ പാലുകൂടി നിർത്തിക്കഴിഞ്ഞാൽ പരിപാടി ഉണ്ടാവില്ല. പക്ഷേ യശോദ ദേവിക്കൊക്കെ അങ്ങനെയല്ല. മാതൃവാത്സല്യം ഉള്ളത് കൊണ്ട് മകന് 25 വയസ്സായാലും മകന് 125 വയസ്സായാലും മകനെ കാണുമ്പോൾ പാല് തന്നെ ചുരക്കും. അതാണ് ഇവരുടെ പ്രേമത്തിൻ്റെ ഒരു ലെവല്. അങ്ങനെ പാലൊക്കെ ഇങ്ങനെ ചുരന്ന് പോകാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ തോന്നി നല്ല മൂഡിൽ അമ്മ ഇരിക്കണം അല്ലേ? അപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് പാല് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ പതുക്കെ എണീറ്റിട്ട് കണ്ണൊക്കെ തിരുമ്മി അമ്മയുടെ അടുത്ത് വന്നു. എന്നിട്ട് ആ കടകോലിനെ അങ്ങനെ പിടിച്ചു. അമ്മ എനിക്ക് പാല് തരൂ. അമ്മയുടെ ജോലി എന്താ? എനിക്ക് ആദ്യം പാല് തരും, എന്നിട്ട് ബാക്കി ജോലികൾ ചെയ്താൽ മതി. അപ്പോൾ യശോദാമ്മ ഉണ്ണിനെ മടിയിലൊക്കെ വെച്ച് തഴുകി പാലൊക്കെ കൊടുത്തു അല്ലേ? അമ്മയും മകനും നല്ല സുഖമായി സുന്ദരമായിട്ട് ഇങ്ങനെ
മകനും ചിരിച്ച് അമ്മേനെയൊക്കെ തലോടി അല്ലേ, അമ്മ എന്ന മകൻ്റെ നെറ്റിയും ഭംഗിയൊക്കെ നോക്കി അങ്ങനെ സന്തോഷമായിരിക്കണം അല്ലേ. ഒരു അമ്മയുടെ ഒരു മാതൃവാത്സല്യം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് അവസ്ഥയാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായിരിക്കുന്ന ഒരു അവസ്ഥ. വലുതായി കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് ഏറ്റവും ടോപ്പ് അവസ്ഥ ഏതാണ് അല്ലേ? ആ ഒരു അവസ്ഥ, സന്തോഷമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ് പാല് തിളച്ചൊരൊറ്റ പൊങ്ങി അല്ലേ. പാല് തിളച്ച് പൊങ്ങുന്ന സൗണ്ട് കേട്ടപ്പോൾ യശോദ എന്ത് ചെയ്തു, വേഗം ഉണ്ണിനെ അവിടെ താത്തിരുത്തി. എന്നിട്ട് യശോദ പാലിറക്കാനായിട്ട് പോയി. ഭഗവാൻ ഇഷ്ടാവോ? ഒട്ടും ഇഷ്ടം. നമ്മുടെ മക്കൾക്ക് പോലും ഇഷ്ടമല്ല അല്ലേ. അവരെ ശ്രദ്ധിക്കാന്നുള്ള വേറൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലേ തട്ടിപ്പിടിച്ചോണ്ട് അപ്പോൾ അതുപോലെ ഭഗവാന് ഭയങ്കര വിഷമായി അല്ലേ. അമ്മയ്ക്ക് ഞാനാണോ വലുത് പാലാണോ വലുത് അല്ലേ, അമ്മയ്ക്ക് പാലാണ് വലുത്, എന്നാൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യം വന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്തിട്ട് എന്താണ് നമ്മുടെ വെണ്ണക്കുടവും തൈരുകുടമൊക്കെ ഉടച്ചു പൊട്ടിച്ചു. ഈ ഒരു സംഭവത്തിൽ ആരാണ്, ഭട്ടതിരിപ്പാടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭട്ടതിരിപ്പാട് ഓടക്കോല് കൊണ്ടാണ് അടച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഭട്ടതിരിപ്പാടാണ് തോന്നുന്നത് അത് എഴുതിയത്. ഇതേ ലീല എഴുതുന്ന സമയത്ത് ഈ കല്ല് എന്നുള്ള അവിടെ ഓടക്കൂലെന്ന് എഴുതി. പിന്നെ അയച്ചു എനിക്ക് തെറ്റ് പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കല്ലെന്നാണല്ലോ ശരിക്കും ഭാഗവത്തിൽ, ഞാനത് അറിയാണ്ട് എൻ്റെ വായന്ന് വന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവായൂരപ്പൻ ഉള്ളെന്ന് പറഞ്ഞു, ഞാൻ ഓടക്കൂല കൊണ്ട് ഉടയ്ക്കും, കല്ലുകൊണ്ട് ഉടയ്ക്കും, നീ എന്ത് വേണേ എതിക്കോ വട്ടത്തിരിപ്പാടെന്ന് ശരിക്കും അശരീരി ഉണ്ടായി ഈ ഒരു ദാമോദര ലീലയിൽ. ഭഗവാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഉടയ്ക്കും ഓരോ സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ കല്ലുകൊണ്ട് ഉടച്ച് അവിടെയൊക്കെ തൈരും പാലും മോരൊക്കെ പോയി വൃത്തികേടായി. ഭഗവാൻ എന്നിട്ടും ദേഷ്യം മാറിയില്ല. അവിടെ നിന്ന് കുറച്ച് നടന്നു പോയി. അവിടെ അപ്പുറത്ത് ഉറിയുണ്ട്. ഉറി പറഞ്ഞാൽ അറിയില്ല എല്ലാവർക്കും. ഉറിയിൽ വെണ്ണ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് കുരങ്ങന്മാർക്ക് ആ ഒരു ഉരലൊക്കെ ഇറക്കി വെച്ച് അതിൻ്റെ മേലെ കയറി വെണ്ണ ഉറിന്ന് വെണ്ണ എടുത്തിട്ട് അവനും കുറേ കഴിക്കും. പിന്നെ അവൻ്റെ കുറേ കൂട്ടുകാരുണ്ട്. ആരൊക്കെ കൂട്ടുകാർ? കുരങ്ങന്മാർ. ഭഗവാന്റെ കൂട്ടുകാരാണ് കുരങ്ങന്മാർ, തത്തകളൊക്കെ. എന്നുവെച്ചാൽ ആ ശ്രീരാമൻ്റെ കാലത്തുണ്ടായിരുന്ന ഫ്രണ്ട്സാണ് അവർ. അന്ന് യുദ്ധത്തിന് സഹായിച്ച ആൾക്കാരൊക്കെ ഇന്നിവിടെ വന്ന് കുരങ്ങന്മാരായിരിക്കണം. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ കുരങ്ങന്മാരുടെ ലഹളയായിരിക്കും. കണ്ണട, പേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് പോകും. രാധേ രാധേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. വൃന്ദാവനേശ്വരി ആരാണ്? വ്രജേശ്വരി രാധാറാണിയാണ്. രാധേ രാധേ വിളിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഉപദ്രവിക്കില്ല, മനസ്സിലായി? അല്ലെങ്കിൽ കണ്ണട, മൊബൈല്, ഇതാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് ഭഗവാൻ ഇടയ്ക്ക് ബ്രേക്ക് തരുന്നതാണ് അവർ. അങ്ങനെ കുരങ്ങന്മാരും തത്തകൾക്കൊക്കെ വെണ്ണ ധാരാളം കൊടുത്തു ഭഗവാൻ. യശോദ എന്താ ചെയ്യണം? അടുപ്പത്തു നിന്ന് പാലൊക്കെ ഇറക്കി വെച്ച് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്ന ഹോളിൽ അല്ലേ? നമ്മളത് കണ്ട എന്താ ചെയ്യുക? അമ്മമാരരക്കിൻ്റെ അവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ വീട്ടിൽ കംപ്ലീറ്റ് വെള്ളമാക്കി വെച്ച് കഴിഞ്ഞാൽ അടിക്കില്ലേ? അടിക്കടെ അടിക്കട്ടാ. എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇങ്ങനെ വൃത്തികേടായിട്ട് വീടിട്ട് കഴിഞ്ഞാലേ യശോദാ ദേവിക്കും ദേഷ്യം വന്നു. യശോദാ ദേവി ഒരു വടി തിരഞ്ഞ് നോക്കിയപ്പോൾ ആകെ കിട്ടിയത് എന്താണെന്ന് അറിയോ? മയിൽപ്പീലി തണ്ട്. അതും കൊണ്ടുവന്നിട്ട് അടിക്കാനായിട്ട് വരികയാണ് ഭഗവാൻ. ഒരു അടി കൊടുക്കാണ്ട് ശരിയല്ലേ? ഗോപിമാർ പറഞ്ഞൊക്കെ ശരിയാണ്, ഇവൻ കള്ളത്തരവൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് യശോദ ദേവി വടി എടുത്തിട്ട് വരികയാണ്. വരുമ്പോൾ കാണാനില്ല. അപ്പോൾ കുഞ്ഞി കാലുകൾ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ കൂടെ നോക്കി പോകുമ്പോണ്ട് ഭഗവാൻ അവിടെ വെണ്ണ കുരങ്ങന്മാർക്ക് കൊടുക്കണം. ഈ കുരങ്ങന്മാർ യശോദ ദേവി വരുന്നു കാണും. കുരങ്ങന്മാർ സിഗ്നൽ കൊടുക്കും, കൃഷ്ണ ഓടിക്കോ, അമ്മ വരുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ കുരങ്ങന്മാർക്ക് എടുത്ത് ചാടിപ്പോയി, തത്തകളൊക്കെ പറന്നുപോയി. കൃഷ്ണൻ ഒറ്റ ചാട്ടം വരലെന്ന് ഓടാൻ തുടങ്ങി അല്ലേ. യശോദാമ്മ പിന്നാലെ ഓടി ഭഗവാനെ പിടിക്കാനായിട്ട്. പിടിക്കാൻ പറ്റണ്ട, ഉണ്ണികൾ ഓടുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, ശരിയല്ലേ? ഹരേ കൃഷ്ണ. അപ്പോൾ യശോദയ്ക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. അപ്പം നല്ല തടിയുണ്ട്. നല്ല തടിയുണ്ട്. യശോദ പിന്നാലെ ഓടി, പക്ഷേ പിടിക്കാൻ പറ്റില്ല. ഉണ്ണികൾ ഫ്ലെക്സിബിൾ അല്ലേ, ഇങ്ങോട്ടൊക്കെ ഓടും. ഈ അമ്മമാർക്ക് അതുപോലെ ഓടാൻ പറ്റുമോ? എല്ലാവരും കണ്ണും ഇങ്ങോട്ട് വേണം, അങ്ങോട്ട് പോയി എല്ലാവരും കണ്ണു. ശബ്ദമില്ലേ? എല്ലാവരും കേൾക്കണില്ലേ? അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഓർമ്മയുണ്ട് ആർക്കിങ്ങനെ?
ആ അമ്മ വടിയെടുത്ത് പിന്നാലെ വന്ന് അമ്മയ്ക്ക് ഒപ്പം ഓടിയെത്താൻ പറ്റില്ല അല്ലേ. ഭഗവാൻ ഇങ്ങനെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. അവിടെ കുറേ തൂണുകളൊക്കെ ഉണ്ട്. ആ തൂണിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടി ഭഗവാനെ പിടിക്കാൻ പറ്റില്ല. ഭഗവാനെ പിടിക്കാൻ പറ്റില്ലല്ലോ യശോദയ്ക്ക്. യശോദ അങ്ങനെ തളർന്നു വേർത്തു. പൂവൊക്കെ കൊഴിഞ്ഞ് താഴെ വീണു യശോദയുടെ തലേന്ന് വേർത്തിട്ട്. യശോദയ്ക്ക് ഇങ്ങനെ സങ്കടം വരാൻ തുടങ്ങി. പിടിക്കാൻ കിട്ടും. നമുക്ക് ദേഷ്യം വരുമ്പോഴേ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ നല്ല ദേഷ്യം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര കുറുമ്പ് കാണിച്ച് നമുക്ക് ആ കയ്യിലപ്പം കിട്ടി 2 പെട കൊടുത്താലും ഒരു സമാധാനം കിട്ടുള്ളൂ. യശോദയ്ക്ക് അങ്ങനെ തന്നെയാണ്. ആ കാണാണ്ടാപ്പുള്ള ദേഷ്യം. നാരായണ ഈ കുട്ടീനെ പിടിക്കാൻ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നാരായണ വിളിച്ചു. നാരായണ വിളിച്ചപ്പോൾ മൂപ്പര് വിളി കേട്ടു. ആരാ നാരായണൻ അല്ലേ? എല്ലാത്തിൻ്റെയും ഉറവിടെ ആരാണ്? എല്ലാ നാരായണന്മാരും ആരിൽ നിന്ന് വന്ന്? കൃഷ്ണ ഭഗവാനിൽ നിന്ന് അല്ലേ. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാത്തിൻ്റെയും ഉറവിടം കൃഷ്ണ ഭഗവാനാണ്. അപ്പോൾ നാരായണ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ വിളി കേട്ടു. ഭഗവാൻ വിചാരിക്കും എൻ്റെ അമ്മയല്ലേ പാവം, പിടി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പിടി കൊടുത്തു. പിടി കൊടുത്തപ്പോൾ ഭഗവാൻ അമ്മ എന്ത് ചെയ്തു? അമ്മ എന്ത് ചെയ്തു? തുളസിക്കുട്ടി അമ്മ എന്താ ചെയ്ത്? വടി ഓങ്ങി. വടി ഓങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അടി കിട്ടാതിരിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. വടി ഓങ്ങിയ ആദ്യമേ കരഞ്ഞാൽ മതി അല്ലേ? അതാണ് ഐഡിയ. ഉണ്ണിക്കണ്ണൻ അതേ ഐഡിയ ആണ്. നല്ല ഓളിട്ട് കരയാൻ തുടങ്ങി. കണ്ണൊക്കെ തിരുമി കൺമഷിയൊക്കെ ഇങ്ങനെ പറന്ന് കണ്ണീരൊക്കെ ഒഴുകി. പിന്നെ ഇനിയും കുറച്ചുകൂടെ അമ്മേനെ പറ്റിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ നിന്ന് അടി കിട്ടും. അപ്പോൾ ശ്വാസം കിട്ടാത്ത പോലെ ശ്വാസമൊക്കെ ഇങ്ങനെ നിലയ്ക്കണ പോലെ കരയാൻ തുടങ്ങി. ഇവിടെ 3 രേഖകൾ ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അപ്പം അമ്മയ്ക്ക് പേടിയായി, കുട്ടി അങ്ങനെ മരിച്ചു പോവോ അല്ലേ? ഇല്ല നമ്മൾ വിചാരിക്കുക പനി വരുമല്ലേ, ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ പനി വരും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഉപദ്രവിക്കില്ല. അതുപോലെ തന്നെ യശോദയ്ക്ക് വിചാരം എന്നറിയോ? ഉണ്ണിക്കണ്ണൻ ചിലപ്പോൾ മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് വടീൻ്റെ ഒരൊറ്റ എറിഞ്ഞു. ഇന്നാലും ഒരു ശിക്ഷ കൊടുക്കണവന്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒരലിരിക്കണ്ടല്ലോ. ഈ ഒരലിലാണ് ഇവൻ്റെ കൂട്ട്. ഒരല് കയറിയിട്ടാണ് വെണ്ണയൊക്കെ മോഷിക്കുന്നത്. നിങ്ങൾ 2 പേരും കൂടി പിടിച്ച് കെട്ടിയിടാന്ന് വിചാരിച്ചിട്ട് ഒരലിൽ വെച്ചിട്ട് ഭഗവാനെ പിടിച്ച് കെട്ടിയിടാനായിട്ട് തീരുമാനിച്ചു. കുറച്ച് കയറൊക്കെ കൊണ്ടുവന്ന് ഭഗവാൻ ഇങ്ങനെ കെട്ടാൻ നോക്കുമ്പോൾ കെട്ടാൻ പറ്റുണ്ടോ? ഇല്ല അല്ലേ? വീണ്ടും കുറച്ച് കയറ് കൂട്ടിക്കെട്ടി വീണ്ടും കെട്ടാൻ കെട്ടാൻ പറ്റില്ല. ഒരു 2 അങ്കുലം കുറവ് വരിക. എത്ര ശ്രമിച്ചാലും വീണ്ടും കുറേ പ്രാവശ്യം ട്രൈ ചെയ്യും യശോദാദേവി. എത്ര ശ്രമിച്ചാലും ഈ 2 അങ്കുലമാണ് കുറവ്. 2 വിരലിൻ്റെ നീളം കുറവ് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കുറവ് വരുന്നത്? 2 അങ്കുലം കുറവ് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സാധാരണ കുട്ടീനെ എല്ലാം കെട്ടാൻ നോക്കണം അല്ലേ? നമ്മളെല്ലാവരും റെസ്റ്റ് ചെയ്യണം ഭഗവാന്റെ ഉദരത്തിലാണ്. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും റെസ്റ്റ് ചെയ്യണ ഉദരാണ് കൃഷ്ണ ഭഗവാന്റെ ഉദരം അല്ലേ? അദ്ദേഹമാണ് ശയിക്കുന്നത് പാൽക്കടലിൽ. അദ്ദേഹത്തിലാണ് എല്ലാം അടങ്ങിയിട്ടുള്ളത്. ആ ഒരു ഉദരത്തിനെയാണ് ഭഗവാൻ യശോദാദേവി കെട്ടാൻ നോക്കണം അല്ലേ? അപ്പോൾ പെട്ടെന്ന് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ അല്ലേ? ഒന്ന് കാണിക്കണ്ടേ ഞാൻ ഈശ്വരനാണ്. ഈ അമ്മയ്ക്ക് എന്താ അമ്മയുടെ മോൻ എന്നുള്ളൊരു വിചാരമുള്ളൂ. ഞാൻ ഈശ്വരനാണെന്ന് ഇടയ്ക്ക് കാണിച്ചു കൊടുക്കണം അല്ലേ? യശോദയ്ക്ക് പിന്നെ ആ ഒരു ഈശ്വരനാ പറഞ്ഞ യശോദ കളിയാക്കും, നീയാ ഈശ്വരൻ അല്ലേ? നീ ഈശ്വരനാ അല്ലേ? അങ്ങനെ പറയാം. അവരുടെ ഈശ്വരൻ നാരായണനാണ്, കൃഷ്ണ ഭഗവാൻ അവരുടെ ഉണ്ണിയാണ് അല്ലേ? പക്ഷെ അമ്മേനെ ഇടയ്ക്കൊന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഭഗവാൻ കുറച്ച് അത്ഭുതമൊക്കെ കാണിക്കും. അതുകൊണ്ടാണ് കെട്ടാൻ കിട്ടാത്തത്. അപ്പോൾ യശോദാദേവി വേർത്തു കെട്ടാൻ ശ്രമിച്ചിട്ട് കെട്ടാൻ പറ്റുന്നില്ല. യശോദയുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇതിലേ വരികയാണ്. അപ്പോൾ യശോദാദേവി ഇങ്ങനെ കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ പറയും, എന്താ യശോദേ നിൻ്റെ കുട്ടീനെ കെട്ടാൻ കിട്ടുന്നില്ലേ? അതിന് വെറുതെ വിട്, വിട്ടോട്ടെ, കുട്ടികളാകുമ്പോൾ കുറുമ്പൊക്കെ ഉണ്ടാവില്ലേ, നീ ഇങ്ങനെ പിടിച്ച് കെട്ടിയിടല്ലേ എന്ന് പറയും. ഇതും കൂടെ കേൾക്കുമ്പോൾ യശോദയ്ക്ക് ദേഷ്യം കൂടുക ചെയ്യണത്. ദേഷ്യം, വിഷമം, കെട്ടാൻ കിട്ടാത്തൊരു വിഷമം, നാണക്കേടും ഉണ്ടല്ലോ അവരുടെ ഇടയിൽ. എൻ്റെ മകൻ എന്നുള്ള വിചാരമാണല്ലോ യശോദയ്ക്ക്. ഇങ്ങനെ പ്രേമം കൊണ്ട് അന്തായിട്ടിരിക്കണേ. ഈശ്വരൻ എന്നുള്ള വിചാരമില്ല, എൻ്റെ മകനാണ്. അപ്പോൾ എൻ്റെ മകനെ കെട്ടാൻ കിട്ടാണ്ടാകുമ്പോൾ ഒരു നാണക്കേട് തോന്നുന്ന ആളുകളുടെ മുമ്പിൽ. അപ്പോൾ ആ വിഷമത്തിൽ ഇങ്ങനെ നാരായണ ഇത് എന്താ ഈ കുട്ടിക്ക് പറ്റി, നാരായണ എന്ന് വിളിക്കുമ്പോൾ ഒരു സറണ്ടറിങ് മൂഡാണ് അവിടെ വരുന്നത് അല്ലേ? അപ്പോൾ ഭഗവാൻ വിചാരിച്ചു എന്നെ സറണ്ടർ ചെയ്തിരിക്കുകയാണ്, അപ്പോൾ അമ്മേനെ സമ്മതിക്കാന്ന് പറഞ്ഞിട്ട് കെട്ടാൻ അനുവദിച്ചു. അങ്ങനെ കെട്ടിയിട്ടു ഭഗവാൻ അല്ലേ? എന്തുകൊണ്ടാണ് ഈ 2 അങ്കുലം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് കാര്യം നേടാനായിട്ടും 2 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? എന്തൊക്കെ വേണം? പരിശ്രമം വേണം. ഓക്കെ, പരിശ്രമിച്ചാലേ നമുക്ക് നന്നായിട്ട്, അത് ടീച്ചർ എല്ലാവർക്കും അറിയാം, എല്ലാ ഫീൽഡിലുള്ളവർക്കും അറിയാം. നന്നായി വർക്കൗട്ട് ചെയ്യാണ്ട് ഒരു കാര്യം നേടാൻ പറ്റില്ല. ഇനി നന്നായി വർക്കൗട്ട് ചെയ്തു, ആ പരീക്ഷ ദിവസം പനിയാണെങ്കിൽ പോയില്ലേ കാര്യം അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഭാഗ്യദോഷം വന്നാലോ? അപ്പം നമുക്ക് പരിശ്രമത്തിൻ്റെ കൂടെ എന്ത് വേണം? ഭഗവാന്റെ കൃപ വേണം. ഇത് 2ആണ് ഈ 2 അങ്കുലം കുറവ് കാണിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ ഭഗവാനെ കിട്ടാനും, അപ്പോൾ ഭഗവാനെ കെട്ടിയിടാനാണ് നോക്കണേ യശോദതി. കൃഷ്ണ ഭഗവാനെ നമുക്ക് കിട്ടണമെങ്കിലും പരിശ്രമിക്കണം. വെറുതെ ഇരുന്നാൽ കൃഷ്ണ കിട്ടുമോ? ഞാനൊരു നാമം ജപിക്കില്ല, ഞാൻ സത്സംഗത്തിലും പോവില്ല, അമ്പലത്തിലും പോവില്ല, എനിക്ക് കൃഷ്ണൻ തന്നെ വരുമോ? അങ്ങനെ വരുമോ?
നാമം ജപിക്കണം അല്ലേ, പിന്നാലെ യശോദ പോണ പോലെ നടക്കണം. സേവനം ചെയ്ത് അവൻ്റെ പിന്നാലെ മാല കെട്ടി കൊടുക്കുക, വിളക്ക് വയ്ക്കുക, നാമം ജപിക്കുക അല്ലേ, സത്സംഗം ചെയ്യുക. കഷ്ടപ്പെടുമ്പോഴേ ഭഗവാന് തോന്നും ഇവർക്ക് കൃപ കൊടുക്കാം, എന്നെ അവർക്ക് കൊടുക്കാമെന്ന് കൃഷ്ണന് തോന്നണ്ടേ? വെറുതെ കിട്ടുമോ? ഭഗവാൻ ഇവിടെ സാധാരണ ഒരു കാര്യം നടക്കണേ, ഭൗതിക ലോകത്തിൽ സാധാരണ ഒരു കാര്യം നടക്കണേ എത്ര കഷ്ടപ്പെടണം നമ്മളല്ലേ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനെയാണ് നമ്മുടെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നത്. സകല പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനാണ് ഭഗവാൻ അല്ലെ, കൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിന് നമ്മുടെ സ്വന്തമാക്കണേ നമ്മൾ എത്രത്തോളം പരിശ്രമിക്കണം. യശോദയ്ക്ക് വെറുതെ കിട്ടിയതാണോ? യശോദ മുൻജന്മത്തിൽ 1000 വർഷമാണ് തപസ് ചെയ്തത് അഗ്നിക്ക് ചുറ്റുമൊക്കെ. ഈ തുളസി ഇപ്പം നമുക്ക് ഈ 5-ാം തീയതി തുളസി സാളഗ്രാം വിവാഹം വരികയാണ്. ഈ തുളസി ദേവിക്ക് എങ്ങനെയാണ് കൃഷ്ണനെ കിട്ടി ഭർത്താവായിട്ട്? വെറുതെ കിട്ടുമോ കൃഷ്ണ ഭർത്താവായിട്ട്? കിട്ടില്ല. കൃഷ്ണനെ ഭർത്താവായിട്ട് സിമ്പിളായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ചെയ്താൽ പോരെ. ഈ സാധാരണ ഭർത്താക്കന്മാരെയും കൊണ്ട് സങ്കടപ്പെടേണ്ട വല്ല കാര്യമുണ്ട് അല്ലേ? അപ്പോൾ കൃഷ്ണ ഭഗവാനെ ഭർത്താവായി കിട്ടണമെങ്കിൽ കഠിന തപസ് ചെയ്യണം. തുളസി ദേവി ചെറിയ കുട്ടി, ഈ നമ്മുടെ മക്കളുടെ പ്രായത്തിൽ തന്നെ, വളരെ കുഞ്ഞ് 5 വയസ്സിലൊക്കെ പ്രായത്തിൽ തന്നെ തുളസി ദേവി വന്നിട്ട് ഈ നല്ല തണുപ്പുള്ളപ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുത്തിന് ചുറ്റും ഇറങ്ങി നിന്ന് തപസ് ചെയ്യുമായിരുന്നു. നല്ല ചൂടുള്ളപ്പോൾ ചുറ്റും അഗ്നി ഇട്ടിട്ട് അതിനുള്ളിരുന്ന് തപസ് ചെയ്യും. അങ്ങനെയാണ് തുളസി ദേവിക്ക് കൃഷ്ണനെ ഭർത്താവ് കിട്ടുന്നത്. എന്നിട്ട് പോലും ബ്രഹ്മാവാണ് പ്രത്യക്ഷനായി. ബ്രഹ്മാവിനോട് ചോദിക്കും എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് വിഷ്ണുവിനെ ഭർത്താവായി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഈ ജന്മത്തിൻ്റെ ലാസ്റ്റേ കിട്ടുള്ളൂ. ഇപ്പോൾ നിനക്ക് ശംഖചൂടൻ പറഞ്ഞിട്ടുള്ളൊരു നിൻ്റെ കൂടെ ഗോലോകത്തിലുണ്ടായിരുന്ന ഒരു ഗോപൻ വന്ന് ജനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിവാഹം കഴിച്ചിട്ട് ആ ജന്മം രണ്ടുപേരുടെ അവസാനിച്ചതിന് അവസാന സമയത്തെ നിനക്ക് കൃഷ്ണനെ കിട്ടുള്ളൂ പറഞ്ഞു. കാരണം അവിടെ നിന്ന് വന്നൊരു ശാപമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് വലിയ കഥകളാണ്. അപ്പോൾ അതാണ് തുളസിയുടെയും സാളഗ്രാം വിവാഹമൊക്കെ നടക്കും, തുളസി കൃഷ്ണ വിവാഹമൊക്കെ. അപ്പോൾ ഇത് പറയാൻ കാരണം നമുക്ക് ഭഗവാനെ കിട്ടണമെങ്കിൽ വെറുതെ ഇരുന്നാൽ കിട്ടുമോ? നന്നായി പരിശ്രമിക്കണം. തുളസി മാല കെട്ടി കൊടുക്കുക, ഭഗവാനെ നാമം ജപിക്കുക, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക അല്ലേ. നമ്മൾ കഴിച്ചില്ലെങ്കിലും കൃഷ്ണൻ എന്ത് കണ്ടാലും കഴിക്കാൻ കൊടുക്കുക. ഫ്രൂട്ട്സോ പാലോ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൂക്കൾ കിട്ടി അതിൻ്റെ മാല കെട്ടി കൊടുക്കുക. പിന്നെന്താണ്, നമ്മൾ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുക, സത്സംഗം ഇതുപോലെയൊക്കെ സംഘടിപ്പിക്കുക. അതൊക്കെ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നാഹം തിഷ്ഠാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു വാ തത്ര തിഷ്ഠാമി നാരദ എത്ര ഗായന്തി മദ്ഭക്തോ. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നാഹം തിഷ്ഠാമി വൈകുണ്ഠേ, ഞാൻ ചിലപ്പോൾ വൈകുണ്ഠത്തിൽ ഉണ്ടാവില്ല നാരദ. പിന്നെന്താണ്, യോഗിനാം ഹൃദയേഷു വാ, യോഗികളുടെ ഹൃദയത്തിലും ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല. തത്ര തിഷ്ഠാമി നാരദ, ഞാൻ അവിടെ ഉണ്ടാവും. എവിടെ? എത്ര ഗായന്തി മദ്ഭക്തോ, എൻ്റെ ഭക്തന്മാർ ഒന്നിച്ചിരുന്ന് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുമ്പോൾ ഭഗവാൻ എൻ്റെ ഇടയിൽ വന്നിരിക്കും. ഭഗവാൻ മാത്രമല്ല, നാരദൻ, ശിവൻ, പാർവതി ഒക്കെ നല്ല സംഘം എവിടെ നടക്കണോ അവിടെ ദേവീദേവന്മാർ സന്നിഹിതരായിരിക്കും, അദൃശ്യരായിട്ട്. നാരദൻ, വ്യാസനൊക്കെ ഇരിക്കും. നേരെമറിച്ച് അശുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ പ്രേതാത്മാക്കളും നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ വന്നിരിക്കും. മംഗളകരമായ കാര്യം നടക്കുമ്പോൾ സകല ദേവീദേവന്മാർ ശംഖ് വിളിക്കുമ്പോൾ, കർത്താലടിക്കുമ്പോൾ, മൃദംഗം കൊട്ടുമ്പോഴൊക്കെ എന്താ ഉണ്ടാവുക? അത് നല്ല ലക്ഷണങ്ങളാണ്. അവിടെ നമുക്ക് ദേവീദേവന്മാരും ഒക്കെ ഇരിക്കും, ഗുരുക്കന്മാരൊക്കെ വന്നിരിക്കും. അപ്പോൾ അതാ പറഞ്ഞത്, ഭഗവാൻ എവിടെ ഇരിക്കുക? നമ്മളിങ്ങനെ പരിശ്രമിക്കുമ്പോൾ അല്ലേ ഭഗവാന് വേണ്ടി. അപ്പോൾ അതാണ് ഈ 2 അങ്കുലത്തിൻ്റെ കുറവ്. നമുക്ക് എന്ത് നേടാനും, ഭൗതികമായിട്ടൊരു നല്ല ഉയർന്ന തലത്തിലെത്താനാണെങ്കിലും ആധ്യാത്മികമായിട്ട് ഉയരാനാണെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പിന്നെയോ ഈശ്വര കൃപ അല്ലേ, അതിനെ ആശ്രയിക്കണം. കൃപ ഉണ്ടാവണം ഭഗവാന്റെ. അതാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, കെട്ടിയിട്ടിട്ട് യശോദര പണിക്ക് പോയി. എന്തൊക്കെയാണ് യശോദയ്ക്ക് പണി? വെറുതെ ഇരിക്കുകയാണോ? ഭക്തന്മാരാണ് പറഞ്ഞിട്ട് അല്ലേ. ഭക്തന്മാർക്ക് വെറുതെ ഇരിക്കാന്നുള്ള വിചാരം ഉണ്ടാർക്കെങ്കിലും? അങ്ങനെയല്ല, ഭക്തന്മാർക്ക് നല്ല പണിയുണ്ട്, യഥാർത്ഥ ഭക്തന്മാർക്ക്. ഇനി ഭക്തിയുടെ പേരും പറഞ്ഞ് വെറുതെ സമയം കളയണവരുടെ കാര്യമല്ല പറയണത്. ചിന്താവിഷ്ടയായ ശ്യാമള കണ്ടിട്ടില്ലേ? അത് കണ്ടിട്ട് ഭക്തന്മാരെ വെറുക്കാൻ പാടില്ല. കാരണം അത് വെറുതെ ഫ്രോഡ് ഭക്തന്മാരെ കുറിച്ചിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ശരിയായ ഭക്തർക്ക് എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്യണം. സമയം ഉണ്ടാവില്ല അല്ലേ. വീട്ടിലെ ജോലി വേണം, മക്കളുടെ കാര്യം നോക്കണം, ഭർത്താക്കന്മാർക്കും തിരിച്ച് അവരുടെ ഭാര്യയുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, ജോലിയിലെ എല്ലാ സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം. എവിടെ നേരം ഉണ്ടാവാം? യശോദയ്ക്ക് ഒരു നേരവും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പശുക്കളുടെ പരിപാടിയാണല്ലേ, ഗോതമ്പ് ഉണക്കാൻ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഒരവിടെ അല്ലേ വെണ്ണ തൈരാക്കണം, തൈര് പാലാക്കണം, ഈ വക പരിപാടികളാണ് അവർക്കും. ഒരു നേരവും ഇല്ല. ഭഗവാൻ അവിടെ കെട്ടിയിട്ട് മിണ്ടാണ്ട് പോയി യശോദ പണിക്ക്. നമ്മൾ വെച്ചാൽ നമ്മൾ ഉണ്ണിനവിടെ കെട്ടിയിട്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പണിയാണ് അവർക്ക്. അവരതൊക്കെ നോക്കാനായിട്ട് ഭഗവാൻ അവിടെ കെട്ടിയിട്ട് പോയി. ഉണ്ണിക്കണ്ണൻ വെറുതെ ഇരിക്കുമോ? 3 വയസ്സല്ലേ അല്ലേ. ഉണ്ണി ഇങ്ങനെ നോക്കി ബോറടിച്ചിട്ട് വയ്യ കുട്ടിക്ക്. ഇവിടെ നിന്നിട്ട് മൊബൈലും ഇല്ലല്ലോ. ഇവിടെ ഇന്നത്തെ കാലത്താണെങ്കിൽ മൊബൈലുണ്ട്, നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാൻ പറയാം. കുട്ടികൾക്ക് അന്നൊന്നും രക്ഷയില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട്, വാ കണ്ണ വേണ്ട
അപ്പോൾ എന്തായാലും കൃഷ്ണൻ ഞാൻ കെട്ടഴിക്കണോ ചോദിക്കും. അപ്പോൾ യശോദ വേണ്ട യശോദ ഇവർക്കും തല്ല് കിട്ടും. അപ്പോൾ ഇവർ കെട്ടഴിച്ചില്ല. അപ്പോൾ ഉണ്ണിക്കണ്ണൻ തന്നെ ഒരു ഐഡിയ എടുത്തു. ഈ ഒരലിനെ വിലങ്ങനെ വലിച്ചിട്ടു. എന്നിട്ട് ഇങ്ങനെ വലിച്ച് അവൻ മുറ്റത്തൂടെ എഴയാൻ തുടങ്ങി. അങ്ങനെ എഴഞ്ഞിങ്ങ് നോക്കുമ്പോഴാണ് അവൻ്റെ മുറ്റത്ത് തന്നെ 2 വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. നല്ല പ്രായമുള്ള പഴകിയ 2 വൃക്ഷങ്ങൾ ഇങ്ങനെ അടുത്തടുത്തായി നിൽക്കുന്നുണ്ട്. ഉണ്ണിക്കണ്ണനൊരു കുസൃതി തോന്നി, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കിടക്കാമെന്ന്. ഉണ്ണിക്കണ്ണൻ ആ 2 വൃക്ഷങ്ങളുടെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ട്, അത് കൂടെ കടന്നു. ഒരലിനെ വലിച്ചപ്പോൾ ഒരൽ വരുന്നുണ്ടാവില്ല. ഒരലേ വാ വിളിച്ചു, കുറേ വലിച്ചു വരുന്നില്ല. കാരണം ഒരലെങ്ങനെ വിലങ്ങനെ കിടക്കണം അല്ലേ. ഭഗവാന്റെ ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരും അല്ലേ. ഭഗവാന്റെ ശക്തി ഉപയോഗിച്ചപ്പോൾ ഈ 2 മരങ്ങളും കടപുഴങ്ങി വീണു. ഈ 2 മരങ്ങളുടെ ഉള്ളിൽ നിന്നും അഗ്നിയുടെ തേജസ്സോട് കൂടിയിട്ടുള്ള 2 ദേവന്മാർ പുറത്തു വന്നു. അവർ ഭഗവാനെ പ്രണമിച്ചു, ഭഗവാനെ വലം വെച്ചു, അവർ ഭഗവാന്റെ ലോകത്തേക്ക് പോയി. ആരാ 2 ദേവന്മാരെന്നറിയോ? മാതാജി ഹരേ കൃഷ്ണ. നളകൂബറിന്റെ മണിഗ്രീവൻ. ഇതാരാ ഈ നളകൂബറിന്റെ മണിഗ്രീവനും? കുബേരനാരാ? കുബേരനാരോ പറയുന്നുണ്ട് ഇവിടെ. കുബേരൻ എന്ന് പറഞ്ഞാൽ ദേവലോകത്തിലെ തുളസിക്കുട്ടി വെരി ഗുഡ് പറഞ്ഞു, തുളസി പറഞ്ഞു. ദേവലോകത്തിലാരാ? ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ. അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് കുട്ടികളുടെ സ്വഭാവമാണ്. അവരെന്നെ ശ്രദ്ധിക്കണം, അവരെന്നെ നോക്കിയിരിക്കണം അല്ലേ. അവർ ചെയ്യണമെന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ദേവലോകത്തിലെ ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ ആരാണ്? കുബേരൻ അല്ലേ. നമ്മുടെ വീട്ടിൽ ആരൊക്കെ കുബേരനെ വെച്ചിട്ടുണ്ട് പണം ഉണ്ടാവാൻ? മാതാജി കൊണ്ട് തോറ്റു. ലക്ഷ്മി ദേവി, സാക്ഷാൽ ലക്ഷ്മി ദേവി, ലക്ഷ്മി നാരായണന്മാരുള്ളപ്പം. അതായത് സത്യമാണ്, കുബേരൻ വലിയ പണക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലിങ്ങനെ കുടവയറുള്ള ഒരാളല്ലേ വെച്ചിരിക്കുന്നത്. കുബേരൻ കുടവയറുള്ള ആളല്ല കേട്ടോ, പക്ഷേ നല്ല സുന്ദരനാണ്. ഈ ദേവന്മാർ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. മഹാബലിൻ്റെ ഒരു കുടവയറും കുടയൊക്കെ എടുത്തിട്ട് നമ്മൾ മലയാളികൾ കൊണ്ട് നടക്കുക, അങ്ങനെ എല്ലാവരൊന്നും. ഈ അസുര രാജാക്കന്മാരൊക്കെ ഭയങ്കര ഒരു ക്ഷത്രിയ യോദ്ധാക്കളാണ് അവർ. ഭയങ്കര ബോഡിയാണ് അവർ അല്ലേ. മിലിറ്ററി ഫോഴ്സൊക്കെ എങ്ങനെയാണ്, അതുപോലത്തെ ബോഡിയാണ് അവരുടെയൊക്കെ. അത് ദേവന്മാർ ഇതുപോലെ നല്ല സുന്ദരന്മാരാണ്. ഇങ്ങനെ ഈ കുടവയറൊന്നുള്ള വീട്ടിൽ വെച്ചിട്ടുള്ള പാർട്ടി കുബേരനാണെന്ന് അറിയില്ല. പണം ഉണ്ടാവാനായിട്ട് എല്ലാത്തിൻ്റെയും അധിപതി ആരാണ്? നാരായണൻ അല്ലേ, ലക്ഷ്മി നാരായണൻ. ഓക്കെ, സാധാരണ നമ്മൾ മലയാളികൾ എല്ലാവരും ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുബേരനെ വെക്കാൻ കാരണം കുബേരൻ ദേവലോകത്തിലെ പണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് ആരിപ്പോൾ ശാപം ഇപ്പോൾ പുറത്തേക്ക് പോയില്ലേ, 2 പേര് മരത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ആരാണ്? നളകൂബരൻ, മണിഗ്രീവൻ. ഇതാണ് ഇവരുടെ പേര് കേട്ടോ, നളകൂബരൻ, മണിഗ്രീവൻ. ഇവർ 2 പേര് നല്ല പണക്കാരും അതിസുന്ദരന്മാരും അല്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് ദുസ്വഭാവം കൂടി ഉണ്ടായിരുന്നു. എല്ലാ പണക്കാർക്കും അങ്ങനെ ഉണ്ടാവണമെന്ന് ഉറപ്പില്ല കേട്ടോ. എന്നാലും പണമൊക്കെ അധികം വരുമ്പോൾ അവർക്ക് ആരെയും ഒരു പേടിയില്ലാത്തൊരവസ്ഥയൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽപ്പെട്ട ആളുകളാണ് ഇവർ 2 പേരും. ഇവർ 2 പേർക്ക് മദ്യത്തിലും സ്ത്രീകളിലൊക്കെ കുറച്ച് ആയിരുന്നു. ഇവർ ഒരു ദിവസം ദേവലോകത്തെ ഗംഗയായിട്ടുള്ള മന്ദാകിനി അളകനന്ദ, ഇതിൻ്റെ പേര് മാറിപ്പോൾ. ഈ ഗംഗാദേവി ദേവലോകത്ത് അളകനന്ദ എന്നുള്ള പേരിലാണ് ഒഴുകണം. നമ്മുടെ ഭൂമിയിൽ ഗംഗ എന്നുള്ള പേരിൽ, താഴെ പാതാള ലോകത്ത് ഭോഗവതി എന്നുള്ള പേരിലാണ് ഈ ഗംഗാദേവി ഒഴുകുന്നത്. അപ്പം ഈ ഗംഗാദേവി ദേവലോകത്തിലെ ഗംഗയിൽ ഇവർ ഈ സമയം അല്ലേ, സന്ധ്യാസമയത്ത് ഈ സ്ത്രീകളിലെ അപ്സരസായിട്ടുള്ള സ്ത്രീകളെയൊക്കെ കൂടിയിട്ട് നഗ്നായിട്ട് വസ്ത്രത്തിലുണ്ട് അടിച്ച് കുളിക്കാൻ തുടങ്ങി. ഈ സന്ധ്യാസമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവപാർവതിമാർ ഈ ത്രിലോകങ്ങൾ ചുറ്റി സഞ്ചരിക്കും കാളപ്പുറത്ത്. അവരുടെ കൂടെ ഭൂതഗണങ്ങളുണ്ടാവും. അപ്പോൾ ആരൊക്കെയാണ് നാമം ജപിക്കുന്നത് അല്ലേ, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അവിടെ ഐശ്വര്യം വരട്ടെ എന്ന് പാർവതി ദേവി അനുഗ്രഹിച്ചിട്ട് പോകും. നമ്മൾ സീരിയലൊക്കെ കണ്ട് വഴക്കൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ അവിടെ ഭൂതഗണങ്ങളെ കടത്തിവിടും. ഭൂതഗണങ്ങൾ വന്ന എന്താണ്, നമ്മുടെ വീട്ടിലാണെങ്കിലും ചിലപ്പോൾ വരും. നമ്മൾ സന്ധ്യയ്ക്കൊക്കെ നമുക്കിതൊക്കെ അറിയാം, എന്നാലും ചിലപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ തോന്നിയ പോലെയൊക്കെ ഇരിക്കുമല്ലോ. അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുമല്ലോ. നമ്മുടെ കാര്യം അങ്ങനെയാണ്, എല്ലാം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യും അല്ലേ. സന്ധ്യയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയാം, എന്നിട്ട് നമ്മൾ എങ്ങനെ ഇരിക്കും അല്ലേ, വിളക്കൊന്നും വെക്കാണ്ട് ഇത്തിരി പതുക്കെ ചെയ്യാന്നൊക്കെ കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വീട്ടിലും വരും ഭൂതഗണങ്ങൾ, അപ്പം നമ്മളും കലഹിക്കും. അപ്പം ഈ ഭക്തർ തിലകമൊക്കെ ഇട്ട് തല്ലോടുന്ന കൊണ്ട് കാര്യമില്ല അല്ലേ. ഭക്തരാണെങ്കിലും ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഭൂതഗണങ്ങൾ കയറും. അതുപോലെ തന്നെ ഇവരെ അവിടെ ഈ ഭൂതഗണങ്ങൾ കയറും അല്ലേ. കയറിയിട്ട് എന്ത് സംഭവിക്കും, കലഹം, കാപട്യം, നിരാശ അല്ലേ, ധനനഷ്ടം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി തീർക്കും ഇവർ. നമുക്ക് കാണില്ല ഈ ഭൂതഗണങ്ങൾ, അവർ അദൃശ്യ രൂപത്തിലായിരിക്കും. നല്ലതിനും നമുക്ക് കാണില്ല, അവരും അദൃശ്യ രൂപത്തിലായിരിക്കും അല്ലേ. നല്ലതുണ്ടെങ്കിൽ വീട്ടിൽ പണമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നല്ല ഒരു തേജസ് ഉണ്ടാവും, ഒരു ദിവ്യത്വം ഉണ്ടാവും ഒരു കുടുംബത്തിനെ കാണുമ്പോൾ നമുക്ക് അല്ലേ. ദിവ്യത്വം പറഞ്ഞത് പണം കൊണ്ട് മാത്രമല്ല, എല്ലാവർക്കും അറിയില്ലേ, ഒരു തേജസ് നമ്മൾ പറയില്ലേ, ദിവ്യത്വം.
അപ്പോൾ അതുണ്ടാവും. അല്ലാത്തവിടെ എപ്പോഴും നിരാശ, ചില വീട്ടിൽ കയറി പോകുന്നത് വലിയ വീടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ എപ്പോഴും നമുക്കൊരു നിരാശ തോന്നും. ചിലപ്പോൾ ചെറിയ വീടുകളാണെങ്കിലും ഭയങ്കര സന്തോഷമുള്ള പോലെ തോന്നും. അത് ദിവ്യത്വം ഉള്ളതുകൊണ്ടാണ്, അത് ദൈവിക എനർജി ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവുക. അല്ലാത്തവിടെ നമുക്ക് ആ ഒരു ദിവ്യത്വം ഉണ്ടാവില്ല. അത് ഇതിൻ്റെ കാരണം കൊണ്ടാണ്. ഈ സന്ധ്യയ്ക്ക് കയറി വരുന്ന ആൾക്കാർ ഇന്ന് കാലത്ത് രാത്രി 12 മണി വരെയൊക്കെ മൊബൈലിലൊക്കെ ഇരുന്നിട്ട് രാത്രി സെക്കൻഡ് ഷോ ഒക്കെ കണ്ടാണ് ആൾക്കാർ തിരിച്ചു വരും. കൂടെ ആരൊക്കെ ഉണ്ടാവും? അപ്പോൾ ഈ പ്രേതയാമമാണ് ഈ രാത്രി 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് പണ്ട് 9 മണിക്ക് ഉറങ്ങണം എല്ലാവരും. 9 മണിക്ക് ഉറങ്ങിയിട്ട് 3 മണിക്ക് എണീക്കും പണ്ട്. ഇപ്പോൾ 12 മണിക്ക് ഉറങ്ങിയിട്ട് 8-10 മണിക്ക് എണീക്കും. അപ്പോൾ ഈ 9 മണിക്ക് ശേഷമുള്ള ടൈമൊക്കെ പ്രേതയാമാണ്. അപ്പോൾ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കൂടെ ഭൂതപ്രേതങ്ങളും കൂടെ വരും. അപ്പോൾ ആ വീടുകളൊക്കെ നാശത്തിലേക്ക് വരുന്നു പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഈ ഇവർ രണ്ടുപേരും ഇങ്ങനെ സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ല. അതിൻ്റെ വസ്ത്രമൊക്കെ ഇല്ലാതെ സ്ത്രീകളൊത്തിട്ട് ഈ സന്ധ്യാസമയത്ത് ഈ പുണ്യ നദീനെ അല്ലേ ദുഷിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് നാരദ മഹർഷി അതിലേ വരികയാണ്. നാരദ മഹർഷിനെ കണ്ടപ്പോൾ ഈ സ്ത്രീകളൊക്കെ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കയറി. പക്ഷേ ഇവർക്ക് മദ്യലഹരിയിലായതുകൊണ്ട് ഇവർക്ക് ആ ഒരു ബോധം ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ലഹരി പദാർത്ഥങ്ങളുടെ കാര്യം പറയല്ലേ. കുട്ടികൾ സ്കൂളിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ അരവിന്ദ് പ്രഭു പറഞ്ഞ ഏതോ ഒരു കേസ് പോലീസുകാരിങ്ങനെ പറഞ്ഞു വെച്ചു, സ്കൂളുകളിലൊക്കെ ജീരകമിഠായി പോലത്തെ സാധനങ്ങൾ ലഹരി കൊടുക്കുകയാണെന്ന് കുട്ടികൾക്ക്. അത് കൊടുത്തിട്ട് അവർക്ക് പിന്നെ ഇത് കിട്ടാണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അവർ സ്വബോധമില്ലാത്ത ആൾക്കാരായിട്ട് മാറും ഈ ലഹരി കഴിച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഈ നളഗോപൻ്റെ മണിഗ്രീവനെ ലഹരി ഉപയോഗിച്ച കാരണം നാരദ മഹർഷിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നുള്ള ബോധം ഉണ്ടായില്ലേ അവർക്ക്. സ്ത്രീകൾ വേഗം കയറിപ്പോയി. ഇവർ നാരദ മഹർഷിനെ റെസ്പെക്ട് ചെയ്തില്ല. നാരദ മഹർഷിക്ക് വിഷമമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉയർന്ന ദേവന്മാർ ഇങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള അവരെ കണ്ടുപഠിക്കുന്ന ആൾക്കാരും മോശമാവില്ലേ. നമ്മളെ ആരാണോ അല്ലേ നമ്മളെ നയിക്കണം, അവർ നല്ല രീതിയിൽ പോകണ്ടേ. ഇപ്പോൾ ടീച്ചർമാർ നന്നായല്ലേ കുട്ടികൾ നന്നാവുള്ളൂ. ടീച്ചർമാർ സിഗരറ്റൊക്കെ വലിച്ച് അല്ലേ തോന്നിയോളം നടന്നു കഴിഞ്ഞാൽ കുട്ടികളെ പിന്നെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും അല്ലേ? അങ്ങനെയല്ലേ. യദ്യദാചരതി ശ്രേഷ്ഠ ലോകസ്തദനു വർത്തത്. എന്താണോ ശ്രേഷ്ഠന്മാർ ചെയ്യണത് ലോകം അനുസരിക്കുന്ന പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ നാരദ മഹർഷി വിചാരിച്ചു ഇവരെങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവർക്കൊരു ശാപം കൊടുക്കുക. എന്തായാലും വസ്ത്രം ഒന്നും ഇടാൻ ഇഷ്ടമില്ലല്ലോ ഇവർക്ക്. വസ്ത്രമില്ലാണ്ട് നിൽക്കുന്ന ആൾക്കാരാരാണ് വെയിലും മഴയത്തൊക്കെ? മരങ്ങൾ. നിങ്ങൾ മരങ്ങളായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു രണ്ടുപേര്. ശാപം കേട്ടപ്പോൾ ഇവർക്ക് ബോധം വന്നു. വേഗം മഹർഷിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ച് മഹർഷിയെ ഞങ്ങൾക്ക് ശാപമോക്ഷം തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ഇന്നേക്ക് 36,000 ദേവവർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്വാപരയുഗം ആരംഭിക്കും. അപ്പോൾ ആരെ വരിക? കൃഷ്ണ ഭഗവാൻ വന്നവിടെ അവതരിക്കും. ആ കൃഷ്ണ ഭഗവാന്റെ സ്പർശനം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ശാപമോക്ഷം കിട്ടും. അപ്പം അതാണ് ഉണ്ടായത്. കൃഷ്ണ ഭഗവാൻ ഈ മരത്തിൻ്റെ ഇടയിൽ വന്നല്ലോ, സ്പർശനം കിട്ടി. അപ്പോൾ അവർക്ക് ശാപമോക്ഷം കിട്ടി. അവർ തിരിച്ച് മഹാഭക്തരായിട്ട് തിരിച്ചു പോയി. ശാപം കിട്ടുമ്പോൾ ഒരു ഭക്തരൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ശാപം കിട്ടിയതിന് ശേഷം നിരന്തരം കൃഷ്ണ 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 അല്ലേ. ശാപം കിട്ടിയപ്പോൾ മുതൽ തിന്തിച്ചു തുടങ്ങി. എന്താണ് എപ്പോഴാ ശാപമോക്ഷം കിട്ടിയല്ലേ, ഇനി ആര് വരണം? കൃഷ്ണൻ വരണം. അപ്പോൾ സദാ അതുകൊണ്ടാണ് കൃഷ്ണ കൃഷ്ണ. നമുക്കൊരു പ്രശ്നം വന്നാലേ നമ്മൾ ശരിക്കും ജപിക്കുള്ളൂ അല്ലേ. അതായത് അഹല്യാദേവിക്ക് ശാപം കിട്ടിയപ്പോഴാണ് രാമ 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 തീവ്രം കല്ലായി പോട്ടെ എന്ന് ശപിച്ചു അല്ലേ. അഹല്യാദേവിനെ ശപിച്ചു. കേട്ടില്ലേ കഥ അല്ലേ? കല്ലായി പോട്ടെ സമയമില്ല അതുകൊണ്ട് പറയണില്ല. കല്ലായി പോട്ടെ എന്ന് ശപിച്ചു. ശാപം കിട്ടിയപ്പോൾ സ്വന്തം രൂപം കിട്ടണമെങ്കിൽ രാമൻ്റെ പാദസ്പർശനം ഉണ്ടാവണമെന്ന് ഭർത്താവ് പറഞ്ഞു ഗൗതമ ഋഷി. അപ്പോൾ തുടങ്ങി അഹല്യാദേവി രാം 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 അല്ല തീവ്രമായ ജപം വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ യുഗങ്ങളെ മാറ്റിമറിച്ചു. അതായത് നമുക്ക് ചതുർയുഗങ്ങളിൽ ആദ്യം വന്നിട്ട് സത്യയുഗം, രണ്ടാമത് വന്നിട്ട് ദ്വാപരയുഗമാണ്, മൂന്നാമതാണ് ത്രേത, 4 കലിയുഗം. ഈ ചതുർയുഗങ്ങൾ ആവർത്തിക്കുന്നതാണ് നമ്മുടെ കാലഘട്ടങ്ങൾ. പക്ഷേ 28ാമത്തെ ചതുർയുഗ ആവർത്തനത്തിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ അഹല്യ വന്നിട്ട് ജപിക്കണ കാരണം അഹല്യയുടെ തീവ്ര ജപം കാരണം ഭഗവാൻ വെയിറ്റ് ചെയ്യാൻ പറ്റണില്ല. ദ്വാപരം കഴിഞ്ഞിട്ട് ത്രേത വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ ഇത് ട്വിസ്റ്റ് ചെയ്തു. ഈ ത്രേത ആദ്യം വന്നിട്ട് ദ്വാപരം 3ലേക്ക് പോയി. നമ്മുടെ യുഗത്തിൽ ദ്വാപരം 3 കൃഷ്ണൻ്റെ അല്ല, അതിൻ്റെ കലിയുഗം. ശരിക്കും ദ്വാപരണ 2 ത്രേതല്ലേ 3. എന്താണ് ആ ജപത്തിൻ്റെ ശക്തിയിലാണ് ഭഗവാൻ യുഗങ്ങളെ മാറ്റിമറിച്ചെങ്കിൽ നമ്മുടെ നിസ്സാര പ്രശ്നം ഭഗവാന് മാറ്റാൻ വല്ല പ്രയാസമുണ്ട്. പക്ഷെ നമ്മൾ അത്രയ്ക്കൊന്നും ഭഗവാന് കൊടുക്കില്ല സമയം. നമ്മൾ അത്ര തീവ്രമായിട്ട് ആരെയും ജപിക്കുമോ? നമ്മുടെ പ്രശ്നം മാറ്റാനായിട്ട് നമ്മൾ അങ്ങനെ ഭഗവാനെ ബുദ്ധിമുട്ടിക്കുകയല്ലേ. അപ്പം ഭഗവാന് റെസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മളല്ലേ. പക്ഷേ അഹല്യാദേവി റെസ്റ്റ് കൊടുത്തില്ലേ ഭഗവാന്, ഇരിക്കപ്പുറത്തില്ലേ അവിടെ ജപം കാരണം അല്ലേ. നമ്മൾ അങ്ങനെ ജപിച്ച് നോക്കൂ, നമ്മുടെ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും മാറും. പക്ഷെ നമ്മളിപ്പോൾ ഇപ്പൊക്കെ എല്ലാവരും ഇരിക്കുമ്പോൾ ജപിക്കും, പിന്നെ നമ്മുടെ മൂഡ് മാറും അല്ലേ. തീവ്രമായിട്ട് നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു പരിഹാരമാണെന്ത്? ഹരിനാമ ജപം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പറഞ്ഞത്. എന്താണ്? അഹല്യയ്ക്ക് രാമനാമം ജപിച്ചിട്ടാണ് പരിഹാരം ഉണ്ടായത് അല്ലേ? അതുപോലെ ഇവർക്ക് നളകൂപന്റെ മണിഗ്രീവനും സദാ കൃഷ്ണനാമം ജപിച്ചപ്പോൾ അവർക്ക് ആ ശാപമോക്ഷം ഉണ്ടായി അല്ലേ? നമ്മൾക്കോ? നമ്മൾ ശാപം കിട്ടിയിട്ടല്ലേ വന്നേക്കണേ? നമ്മുടെ സ്ഥിരം ശരീരമാണോ അത്? സ്ഥിരം ശരീരമാണെങ്കിൽ നിറയ്ക്കാൻ പാടില്ല, വയസ്സാവാൻ പാടില്ല, മരിക്കാനും പാടില്ല. ഇതെല്ലാം ഉള്ളത് കൊണ്ട് അതിൻ്റെ അർത്ഥം എന്തായാലും നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ സ്വന്തം ശരീരം ഭഗവാന്റെ അടുത്താണ് ആധ്യാത്മിക ശരീരം. ഭഗവാന്റെ പോലെ തന്നെ പ്രായമില്ലാത്ത, മരണമില്ലാത്ത, ജനനമില്ലാത്ത, വയസ്സാവാത്ത സദാ ആനന്ദമുള്ള ശരീരം തന്നെയാണ് നമ്മുടെ. പക്ഷെ നമ്മൾ എന്തോ കഷ്ടകാലത്തിന് ഭൗതിക ശരീരം എടുത്തു. അത് എത്ര ജന്മങ്ങളായി എടുത്തെന്ന് ഓർമ്മയില്ല അല്ലേ? എത്ര ജന്മം മരങ്ങളായി നിന്നതും പൂന്താനം പറഞ്ഞിട്ടില്ലേ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും. അങ്ങനെ ഒരുപാട് ജന്മങ്ങൾ നമുക്ക് കടന്നു പോയിട്ടുണ്ട് ഭൗതിക ശരീരങ്ങൾ. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആണ് പ്രാർത്ഥിച്ചിട്ടാണ്, എന്തോ പുണ്യം കൊണ്ടാണ് മനുഷ്യ ശരീരം കിട്ടുക. അതും എങ്ങനെയാണ് പറഞ്ഞത്? 10 പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി. പിന്നെ അത് കഴിഞ്ഞ് തന്നെത്താൻ അറിഞ്ഞ് നമ്മൾ അഭിമാനിച്ച് അങ്ങനെ ജീവിച്ചു. അത് കഴിഞ്ഞ് വയസ്സാകുമ്പോഴേക്കും കുറയിലും വയ്യായും ആയപ്പോൾ അപ്പോഴും ജപമില്ല അല്ലേ? പിന്നെ എപ്പോഴാണ് തിരിച്ചു പോവുക? ശാപമോക്ഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർക്കൊക്കെ എങ്ങനെയാണ് ശാപമോക്ഷം കിട്ടിയേ? അവർ തീവ്രമായി ജപിച്ചപ്പോൾ. നമുക്ക് ജപിക്കാൻ നേരമുണ്ടോ? ജപിക്കാൻ നേരമില്ല അല്ലേ? കിട്ടിയ സമയം നമ്മൾ ജപിക്കണം അല്ലേ? നന്നായി നാമം ജപിക്കണം. കലിയുഗത്തിൻ്റെ ധർമ്മം, നമ്മളിപ്പോൾ കലിയുഗം ആയതുകൊണ്ട് ഓരോ യുഗത്തിനും ഓരോ ധർമ്മമുണ്ട്. സത്യയുഗത്തിലൊക്കെ ധ്യാനയോഗങ്ങളും തപസ്സൊക്കെ ആയിരുന്നു അല്ലേ? പിന്നെ ഹോമയജ്ഞങ്ങളും ക്ഷേത്രാരാധനയൊക്കെ ആയിരുന്നു. ദ്വാപരയുഗത്തിൽ വന്നിട്ട് ക്ഷേത്രാരാധനയായിരുന്നു. പക്ഷേ കലിയുഗത്തിൽ ആയുസ് കുറവാണ് അല്ലേ? എന്നിട്ട് സുമന്ദമതയാ മന്ദഭാഗ്യ എന്ന് പറയും. ഭാഗ്യമില്ലാത്ത ജനങ്ങളാണ്, എന്ന് വെച്ചാൽ ആയുസില്ല, പണമില്ല, സമാധാനം ഇല്ലാത്ത ജനങ്ങളാണ് നമ്മുടെ കലിയുഗത്തിൽ. എല്ലാവർക്കും അങ്ങനെ നമ്മുടെ ചുറ്റും പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം അല്ലേ? സകലൻ രോഗികളാണ്. എപ്പോൾ വേണമെങ്കിൽ എല്ലാവരും മരിക്കുക. നമ്മൾ ആക്സിഡൻറ്റിൽ എത്ര പേര് മരിച്ചു കാണും? കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനെ മരിച്ചു, ഇങ്ങനെ മരിച്ചു. ഒരു ആയുസ് ഒരു 100 വയസ്സ് വരെ എത്തിക്കാൻ ആർക്കും പറ്റണില്ല. അത്രയും ഭാഗ്യം കേട്ടോ. ഒരു ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പറഞ്ഞ് നമുക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഭാഗവതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അന്നത്തെ നാരദ മാഷിക്കൊന്നും എഴുതില്ല. അവർ പറയുമ്പം കേട്ട് കാണാതെ പഠിക്കുകയാണ്. എത്രയോ 18,000 ശ്ലോകമൊക്കെ. നമുക്ക് ഒരു ശ്ലോകം പോയിട്ടില്ലേ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർമ്മയില്ലാത്ത ആൾക്കാരാണ്. അതാണ് ഓർമ്മയില്ല എന്ന് പറയുന്നത്. ഓർമ്മയില്ല, ബുദ്ധിയില്ല അല്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക് കലിയുഗത്തിലെ ഏറ്റവും എളുപ്പമായിട്ട് ഭഗവാൻ എന്താ പറഞ്ഞിരിക്കണേ? ഹരിനാമജപം അല്ലേ? ഹരേ കൃഷ്ണ. അതിനൊരു നിയമമില്ല. നമുക്ക് പീരിയഡ്സ് പ്രശ്നമില്ല. ഇനി നമ്മൾ എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു, അങ്ങനത്തെ പ്രശ്നമില്ല. ഇനി കുളിച്ചില്ല, നോൺ വെജ് കഴിച്ചു, അതൊന്നും പ്രോബ്ലം ഇല്ല. ഓരോ സാഹചര്യവും കുഴപ്പമില്ല. സമയം ഇന്ന സമയത്തെ ജപിക്കാവൂ അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്ത് ഏത് അവസ്ഥയിൽ നമുക്ക് ഹരിനാമം ജപിക്കാം. നമ്മൾ കേട്ടില്ലേ? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനല്ല, ആർക്ക് വേണമെങ്കിൽ നാമം ജപിക്കാം. ഹരിനാമ കീർത്തനത്തിൽ പറയണല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും ഏത് സമയത്തും നാമം ജപിക്കാം. ജപിച്ച് നമ്മൾക്ക് ഈ ശരീരത്തിൽ നിന്ന് മുക്തി, നമ്മുടെ ഒറിജിനൽ ശരീരം നമ്മൾ നേടിയെടുക്കണം. ഈ ജന്മത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും, നമ്മളുടെ മരണസമയം അടുക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ജപിച്ച് ഈ ബോഡി ലാസ്റ്റ് ആക്കണം. അല്ലെങ്കിൽ വീണ്ടും ഓരോ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ജനിച്ച് നടക്കണം അല്ലേ? പുഴുവായിട്ടും പാറ്റയായിട്ടും. എപ്പോഴും മനുഷ്യനെ ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ പട്ടിക്കുട്ടിയായിട്ട്, കഴിഞ്ഞ ജന്മത്തിൽ പാറ്റക്കുട്ടിയായിട്ട്, അതിന് മുന്നേ ജന്മത്തിൽ ആനക്കുട്ടിയായിട്ട്, ഇങ്ങനെയൊക്കെ ജനിച്ച് കുറച്ച് സ്ത്രീയായിട്ട്, പുരുഷനായിട്ട് അല്ലേ, ദേവനായിട്ട്, ഗന്ധർവനായിട്ട് ഇങ്ങനെയൊക്കെ മാറി മടുത്തില്ലേ? മടുത്തിട്ടുണ്ട്. അതാണ് ഭക്തിയോട് വരുന്നത്, താല്പര്യം വരുന്നത്. ഏത് ആത്മാവാണോ, വൃദ്ധാത്മാവാണോ മടുക്കണം, അവർക്കാണ് ആധ്യാത്മികതയോട് താല്പര്യമുണ്ടല്ലോ. ഒരുപാട് ജന്മം ജനിച്ച് മരിച്ച് മടുത്തിട്ടുള്ള ആത്മാക്കളാണ് എന്താണ്? കൃഷ്ണഭക്തരാണ്. അവർക്ക് മതി, ഇനി തിരിച്ചു പോകണം ഭഗവാന്റെ അടുത്ത്. ഈ ജന്മത്തോടെ അവസാനിപ്പിക്കണം പരിപാടികളൊക്കെ അല്ലേ?
എല്ലാ കൊടുക്കൽ വാങ്ങലൊക്കെ നിർത്തി തിരിച്ച് വൈകുണ്ഠത്ത് പോണോ എല്ലാവർക്കും വേണ്ടേ? വൈകുണ്ഠത്തിൽ പോണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കലിയുഗ ധർമ്മമായ ഹരിനാമം ജപിക്കണം. അതിനൊരു ബെസ്റ്റ് അവസരമാണ് ഭഗവാന്റെ ഈ ദാമോദര ആരതി. അപ്പോൾ ഇവർക്ക് മോക്ഷം കിട്ടി പോയി കഴിഞ്ഞു കേട്ടോ. 2 മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മുടെ ഗോപിമാരും മരം വീണ ശബ്ദം കേട്ട് ഓടി വന്നു. എന്താ ഉണ്ണിക്കണ്ണൻ അവിടെ ചെറുതായിട്ട് എന്ത് പറ്റി ഉണ്ണിക്കണ്ണന്? അല്ലേ, ഉണ്ണിക്കണ്ണൻ്റെ പാവം ചെറിയ ഉണ്ണി ധാര കെട്ടിയിട്ട് യശോദ ഇത് എന്ത് പണിയാ ചെയ്തത്? അപ്പോൾ യശോദ കൊണ്ടിച്ചു, എനിക്ക് അറിയില്ല, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണീനെ വേഗം വാരിയെടുത്തു നന്ദഗോപര്. അല്ലേ, ഉണ്ണിക്ക് പേടി പറ്റിയിട്ടുണ്ടോ? ഒരു വിചാരം എന്താ? ഉണ്ണിക്ക് പേടി പറ്റിയിട്ടുണ്ടോ? അല്ലാണ്ട് ഈ സാക്ഷാൽ നാരായണ അവിടെ നിൽക്കണേ, നാരായണ ഇതൊക്കെ ചിരി വരുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഇവരെന്താ വിചാരിക്കുന്ന? പ്രേമം കൊണ്ട് ഭൂതപ്രേതങ്ങൾ എന്തോ ഈ കുട്ടിയുടെ പിന്നാലുണ്ട്. ജനിച്ചപ്പോൾ തുടങ്ങി ഭൂതന ശകടാസുരൻ അല്ലേ. ഇപ്പോൾ ഇതാ മരങ്ങൾ ഒന്നും അപകടം പറ്റാണ്ട് നാരായണൻ രക്ഷിച്ചു കുട്ടീനെ എന്ന് പറഞ്ഞിട്ട് ഇവർ പേടി മാറാനായിട്ട് എന്ത് ചെയ്യാണ്? പശുവിൻ്റെ വാലുകൊണ്ട് ഒഴിയും ഭഗവാൻ. പേടി മാറാനുള്ള സംഗതികൾ പഠിച്ചോ. പശുവിൻ്റെ വാലുകൊണ്ട് ഒഴിയുക അല്ലേ. പിന്നെ ദൃഷ്ടിദോഷം മാറാൻ, അതായത് ഇവർ ശുദ്ധിയാക്കാൻ, ഭഗവാൻ ഒരു അശുദ്ധി വന്നിട്ടുണ്ടാവും പറഞ്ഞിട്ട് ശുദ്ധിയാക്കാനായിട്ട് ചാണകവെള്ളം തെളിക്കും, ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കും ഉണ്ണിക്കണ്ണനെ. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം പോകാനായിട്ട്, ദൃഷ്ടി പറ്റിയിട്ടാണ് കുട്ടിക്ക് ഇങ്ങനെ ഇത്രയും ഭംഗിയല്ലേ. അപ്പോൾ അവർ തിരി കത്തിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചുറ്റും കുട്ടീനെ. നമ്മൾ എന്താണ് ഉപ്പൊക്കെ എടുത്ത് ചുറ്റില്ലേ, പൊട്ടിക്കില്ലേ, മുളക് ഉപ്പൊക്കെ, അതുപോലെ ഇവർ തിരിയെടുത്ത് ചുറ്റി. ഇത് കണ്ടപ്പോൾ ഭഗവാൻ എന്താ പറയുക, ഭയങ്കര പ്രസന്നനാവും. എന്തൊരു പ്രേമ ഗോപികൾക്ക് എന്നോട് അല്ലേ. ഞാനല്ലേ ഭയം പോലും സ്വയം ഭയപ്പെടും ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ. അല്ലേ, ഭഗവാനെ കണ്ട യമൻ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കും അല്ലേ. ആ ഈശ്വരന് ആരെങ്കിലും ഭയമുണ്ട്? ആരെങ്കിലും ദൃഷ്ടി വരുമോ കൃഷ്ണന്? അല്ലേ, അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് ഇവർ പേടിച്ചിട്ട് അമ്മമാർ പറയും എൻ്റെ മകന് ദൃഷ്ടിദോഷം പറ്റി എന്നൊക്കെ. അപ്പോൾ ഇവരുടെ ആ പ്രേമം, ദിവ്യമായ പ്രേമം കാണുമ്പോൾ ഭഗവാൻ ഭയങ്കര സന്തോഷമായിട്ട് ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, ഇവർക്ക് ഈ ജന്മത്തിൽ എല്ലാ സുഖങ്ങളും ഉണ്ടാവട്ടെ, ഈ ജന്മം കഴിഞ്ഞ് എല്ലാവരും എൻ്റെ ലോകത്ത് വൈകുണ്ഠത്തിൽ എന്നോടൊപ്പം വന്ന് ആനന്ദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കൊടുക്കും ഭഗവാൻ. അതിന് വേണ്ടി ആ അനുഗ്രഹം നമുക്കും കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാസം 5-ാം തീയതി വരെയും കൂടെ ഉള്ളത് നമുക്ക് ഈ ഉദരത്തിൽ അല്ലേ ഭഗവാൻ ഈ ഉരലിൽ കെട്ടിയിട്ടുള്ള ഈ രൂപത്തിൽ ഈ മൺചിര അതുകൊണ്ട് നെയ്വിളക്കിൽ ആരതി ചെയ്യും. മനസ്സിലായോ? അതാണ് ഈ ആരതി. ഈ ആരതി എങ്ങനെ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ പാദത്തിൽ 4 പ്രാവശ്യമാണ് നമ്മൾ ചുറ്റേണ്ടത്. ഭഗവാന്റെ അടുത്ത് പോകണ്ട. ഭഗവാൻ ഉണ്ണിയാണ്, അങ്ങനത്തെ ഭാവം വേണം നമുക്ക്. ഈശ്വരനാണ് വിചാരിക്കരുത്. ഉണ്ണിന്ന് വിചാരിക്കുമ്പോൾ ഉണ്ണിക്ക് പൊള്ളൂല്ലേ എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ അടുത്ത് പോയിട്ട് തീ കാണിക്കുമോ? കുറച്ച് അകലം നിന്നിട്ട് പാദത്തിൽ 4 തവണ, ഭഗവാന്റെ നാഭി ഭാഗത്ത് 2 തവണ, മുഖത്ത് 3 തവണ, മൊത്തം അമ്മേനെയും മകനെയും കൂടി ആപാദ ചൂടെ 7 തവണ. ഇങ്ങനെ നമ്മൾ ഈ നെയ്വിളക്കുണ്ട്. നമ്മൾ നെയ്വിളക്ക് റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് ആരതി ചെയ്യുക. അതിനൊരു കീർത്തനമൊക്കെ നമ്മൾ പാടും. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 അശ്വമേധയാഗം ചെയ്തതിൻ്റെ ഫലമാണ് ഒരു തിരി കത്തിച്ചാൽ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എലി വന്നിട്ട് ഒരു ദിവസം ഒരു എലി വന്നിട്ട് വിശന്നിട്ട് ഭക്ഷണമൊന്നും ഇല്ലാണ്ടായപ്പോൾ എവിടെയോ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കൃഷ്ണന്. അതിൽ നെയ്യ് തിന്നാലോ എന്ന് പറഞ്ഞിട്ട് നെയ്യിൽ കടിച്ചതാണ്. പക്ഷെ മൊത്തം അതിൻ്റെ മേലെ തീ പടർന്ന് അതങ്ങനെ കത്തി പന്തം പോലെയായിട്ട് ചുഴറ്റിയിട്ട് അങ്ങനെ വീണ് മരിച്ചു. ഭഗവാൻ ഇതിനെ ആരതിയായിട്ട് എടുത്തു എന്ന്. എന്നിട്ട് ഇതിന് വൈകുണ്ഠപ്രാപ്തി ഉണ്ട്. 4 കൈയോടുകൂടി എലി വൈകുണ്ഠത്തിൽ പോയി എന്നാണ് പറയുന്നത്. നോക്കൂ, അജ്ഞാതമായിട്ട് അനുഭവിച്ച്. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭഗവാന് വേണ്ടി ഇങ്ങനെ ആരതി ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാവും. പിന്നെയോ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് മരണസമയം കഴിഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാനും പറ്റും. ഇനി ഒരു ജന്മം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യണ്ട. ഇനി നമുക്ക് വീണ്ടും ഇവിടെ ജനിച്ച് ഇവിടെ മരിച്ച് ഇവിടെ രോഗങ്ങൾ വന്ന് ആശുപത്രിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇനി നമുക്ക് ആധ്യാത്മിക ശരീരം മതി എന്നുള്ള ആഗ്രഹമുള്ളവർ ആത്മാർത്ഥമായിട്ട് നവംബർ 5 വരെ ഇത് വീട്ടിൽ ചെയ്തോളൂ അല്ലേ. മാത്രമല്ല ഇഹത്തിലും നമുക്ക് സുഖം കിട്ടും, സന്തോഷം കിട്ടും, എല്ലാ അനുഗ്രഹവും ഭഗവാൻ തരും, അത് ഉറപ്പാണ് അല്ലേ. അത് നമ്മൾ തീവ്രമായി പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് നമുക്ക് കിട്ടും. അഗാമോ സർവകാമോ വ മോക്ഷകാമോ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന യജേത പുരുഷം വരം. അഗാമോ പറഞ്ഞാൽ ഒരു ആഗ്രഹവും ഇല്ലാത്തവനായിക്കോട്ടെ, സർവകാമോ എല്ലാ ആഗ്രഹവും കാണണമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, നമ്മളെപ്പോലെ കുഴപ്പമില്ല. സർവകാമോ, പിന്നെ മോക്ഷകാമോ മോഷണം ആഗ്രഹിക്കുന്ന ആളായിക്കോട്ടെ, എന്ത് ചെയ്യണം? തീവ്രേണ ഭക്തി യോഗേന. ഇത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളായാലും ഭഗവാനെ തീവ്രമായിട്ട് നാമം ജപിക്കുക. അവർക്ക് ഭഗവാനെ ഈ പുരുഷനെ അല്ലേ, ഈ പരമപുരുഷന്റെ നാമം തീവ്രമായി ജപിച്ചു കഴിഞ്ഞാൽ എന്താഗ്രഹിക്കണോ അല്ലേ, സർവ്വതം ആഗ്രഹിക്കണവർക്ക് സർവ്വതം കൊടുക്കും ഭഗവാൻ. എനിക്ക് ഒന്നും വേണ്ട ഭഗവാനെ മതി പറഞ്ഞാൽ അത് കൊടുക്കും അല്ലേ, മുക്തി മതി പറഞ്ഞാൽ അത് കൊടുക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എന്ത് വേണേൽ ചോദിക്കാം. ഹരേ കൃഷ്ണ, രാധേ രാധേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.